ക്വസ്റ്റ്യൻ ആണ്. അതായത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ച അല്ലെങ്കിൽ ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം മാത്സ് ശരിക്കും പറഞ്ഞാൽ എളുപ്പമുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത്, LP UP തരത്തിലുള്ള കുട്ടികൾക്ക് ഗണിതം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ എന്ന നിലയിൽ അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് അത് ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ. സോ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഒരുപാട് ക്ലാസ്സുകൾ കണ്ടതാണ്, റെക്കോർഡ് ക്ലാസ്സിലൊക്കെ വന്നതാണ്. അപ്പോൾ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഒന്നുകൂടി നോക്കുക. ഓക്കെ, റെഡി. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റോമൻ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നവേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റോമൻ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം എന്ന് ചോദിച്ചാൽ M ആണോ, B ആണോ, C ആണോ, L ആണോ, അതോ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമുക്കറിയാം ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് D ആണ്. ശരിക്കും പറഞ്ഞാൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് റോമൻ സമ്പ്രദായത്തിലുള്ള ചിഹ്നങ്ങൾ? നമുക്കിവിടെ സ്ക്രീനിൽ കാണാം. നോക്കിക്കേ, നമ്മുടെ ക്ലാസ് മുറിയിലൊക്കെ നമ്മൾ വെക്കുന്നത്, ക്ലാസ്സിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്നത് റോമൻ നമ്പേഴ്സ് അല്ലേ. ഇപ്പോൾ ക്ലാസ് 1 നമ്മൾ കൊടുക്കുന്നത് 1, 2 ആണെങ്കിൽ 2, 3 3, 4 ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 ഒരു വിയും എഴുതും, 5 V എഴുതും. അതുപോലെ തന്നെ 6, 7, 8, 9, 10 വരുമ്പോൾ കണ്ടോ ഒരു 1 പിന്നെ ഒരു എക്സും ആണ് ഇടുന്നത്. അപ്പോൾ എക്സ് ആണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, V എന്ന് പറഞ്ഞാൽ 5, എക്സ് എന്ന് പറഞ്ഞാൽ 10, L എന്ന് പറഞ്ഞാൽ 50, C എന്ന് പറഞ്ഞാൽ 100, D എന്ന് പറഞ്ഞാൽ 500, M എന്ന് പറഞ്ഞാൽ 1000. ഇതാണ് റോമൻ സമ്പ്രദായത്തിലുള്ള എന്തെന്ന് പറയുന്നത്, നമ്മുടെ ന്യൂമറിക്കൽ ചാർട്ട് എന്ന് പറയുന്നത്. റോമൻ സമ്പ്രദായത്തിൽ നമ്മുടെ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ 400 വരുമ്പോൾ കണ്ടോ സിയും ഡിയും, അതായത് C എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം 100 ആണ്, D എന്ന് പറഞ്ഞാൽ 500 ആണ്. സോ സിയും ഡിയും കൂടി ചേരുമ്പോൾ എന്താവും 400 ആവും. ഇനി 900 കണ്ടോ സിയും എമ്മും എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ 1000 ആണ്, C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കണ്ടോ C എന്ന് പറഞ്ഞാൽ എന്താണ് 100 ആണ്. അപ്പം ഇതിനെ 1000-ൽ നിന്നും 100 കുറയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ 900 വരുന്നത്. ഇവിടെ 500-ൽ നിന്നും 100 കുറച്ച് 400, അങ്ങനെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഈ 9-ൻ്റെ കേസ് നോക്കി, 10-ൽ നിന്ന് 1 കുറച്ചാൽ 9 കണ്ടോ. ഈ 40 നോക്കി, 50-ൽ നിന്നും 10 കുറയ്ക്കണം. 50-ൻ്റെ സൈൻ എന്നാ L, 10-ൻ്റെ എന്നാ X കണ്ടോ. അപ്പോൾ 50-ൽ നിന്ന് 10 കുറച്ചാൽ 40. ഇനി 90 ആണെങ്കിലോ 100-ൽ നിന്നും 10 കുറയ്ക്കണം. 100 എവിടെയാണ് C, 10 ആണ് X കണ്ടോ. ഇങ്ങനെയാണ് റോമൻ സമ്പ്രദായത്തിൽ നമ്മുടെ ചിഹ്നങ്ങൾ ഓടുന്നത്. സോ ഓർത്തിരിക്കണം, C എന്ന് പറഞ്ഞാലും D എന്ന് പറഞ്ഞാലും L എന്ന് പറഞ്ഞാലും M എന്ന് പറഞ്ഞാലും എന്താണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇതാണ് റോമൻസിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ചോദിച്ചാൽ എന്തില്ല? പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം അവിടെ ഇല്ല. ഇനി M എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ കണ്ടത് M എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറഞ്ഞാൽ 1000 അല്ലേ, ക്വസ്റ്റ്യനിലുള്ളവന്മാരാണ് കണ്ടോ. C എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, C എന്ന് പറഞ്ഞാൽ 100 ആണ്. പിന്നെ L എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് പറഞ്ഞാൽ 50 ആണ് കണ്ടോ. പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം അവിടെ ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്ന ഒരു ശരിയല്ലാത്തതേത്? വിച്ച് ഈസ് നോട്ട് കറക്റ്റ് കേട്ടോ. 3.7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 37 മില്ലിമീറ്റർ ആണോ? 5.03 മീറ്റർ എന്ന് പറഞ്ഞാൽ 503 സെൻറ്റിമീറ്റർ ആണോ? 9 മീറ്റർ എന്ന് പറഞ്ഞാൽ 900 സെൻറ്റിമീറ്റർ ആണോ? 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10, 100, 1000, 10,000, 70,000 മില്ലിമീറ്റർ ആണ്. അപ്പം നമുക്കറിയാം നമ്മുടെ 3-ലും 4-ലും ഒക്കെ ഉള്ളതാണ് ഈ പറഞ്ഞ യൂണിറ്റ് കൺവേർഷൻ. നമുക്കറിയാം എന്താണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. ശരിയല്ല? അതായത് നമ്മുടെ സ്കെയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ സ്കെയിലിൻ്റെ ഒരു 0-നും 1-നും ഇടയിൽ 10 കുഞ്ഞു കുഞ്ഞു വരകൾ കാണാം അല്ലേ. അങ്ങനെ ഓരോ കുഞ്ഞു വഴയും തമ്മിലുള്ള ഇടയ്ക്ക് പറയുന്നതാണ് 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ 0-നും 1-നും ഇടയിൽ 10 വരകളുണ്ട്, കുഞ്ഞു കുഞ്ഞു വരകളുണ്ട്. അതിൻ്റെ അർത്ഥം 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ 10 മില്ലിമീറ്റർ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഈ കണക്കൊന്ന് ചെയ്യാൻ നോക്കിയേ. 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3.7 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 30 മില്ലിമീറ്റർ ആയിരിക്കും അല്ലേ. കൂട്ടത്തിൽ 7 മില്ലിമീറ്റർ കൂടി ചേരുമ്പോൾ എന്നാ കിട്ടും? 37 മില്ലിമീറ്റർ കിട്ടും. സോ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാവും. രണ്ടാമത്തെ ഓപ്ഷൻ അതുപോലെ തന്നെ, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, മീറ്റർ സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ മീറ്റർ സ്കെയിലൊക്കെ ഇല്ലേ, തുണിക്കടയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന വലിയ മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്.
അപ്പം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആകുമ്പം 5.03 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 മീറ്ററും 0.3 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററോട് കൂടുമ്പോൾ എത്രയാണ്? 503 സെൻറ്റിമീറ്റർ. സോ ഈ പറയുന്ന ബിയും ശരിയാണ്. ഇനി നോക്കിയേ, 9 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 900 സെൻറ്റിമീറ്റർ. നമ്മൾ പഠിച്ചില്ലേ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. സോ 9 മീറ്റർ എന്ന് എത്രയായിരിക്കും? 900 സെൻറ്റിമീറ്റർ ആയിരിക്കും. കറക്റ്റാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു കുഴപ്പമുണ്ടോ? 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് 1, 10, 100, 1000, 10,000 70,000 മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 6 0 1 2 3 4 5 6 അതായത് 1, 10, 100, 1000, 10,000 ലക്ഷം 10 ലക്ഷം ഉണ്ടോ? 10 ലക്ഷം മില്ലിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് തെറ്റല്ലേ? 7 കിലോമീറ്റർ മുതൽ എത്രയാണ് വരേണ്ടത്? 70 ലക്ഷമാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇത് കൺവേർഷനാണ് വന്ന ചോദ്യം. സോ നോക്കി ചെയ്യണം. ഓരോന്നും കൺവേർട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു കണക്കായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പിന്നെ കൺവേർഷൻ ചോദിക്കാം. ഓരോന്നിനും കണ്ടോ സെൻറ്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള കൺവേർഷൻ ഉണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിന് വേണേൽ കിലോഗ്രാമിലോ അല്ലെങ്കിൽ ലിറ്ററിലോ ആണെങ്കിലും ചോദിക്കാം ഇല്ലേ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? 1 ലിറ്റർ എത്ര മില്ലി ലിറ്ററാ? 1 ലിറ്റർ എത്ര മില്ലി ലിറ്ററാ? കേൾക്കട്ടെ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1 ലിറ്റർ എത്ര മില്ലി ലിറ്ററാ? എത്ര മില്ലി ലിറ്ററാ? കറക്റ്റാണ് കേട്ടോ, 1000 മില്ലി ലിറ്ററാണ് കേട്ടോ. അപ്പം 1/2 ലിറ്റർ എന്ന് പറഞ്ഞാലോ? 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 500 മില്ലി ലിറ്റർ ആയിരിക്കും ഇല്ലേ? നമ്മൾ 1/2 ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്റർ വെളിച്ചെണ്ണ 1/2 ലിറ്റർ പാലും ഒക്കെ വാങ്ങിക്കുന്നത് എത്രയാണ്? 500 മില്ലി ലിറ്റർ ആണ് വാങ്ങിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് കിലോഗ്രാം പറയുന്നത്. 1 കിലോ എന്ന് പറയുന്നത് 1000 ഗ്രാമാണ് കേട്ടോ. 1/2 കിലോ എന്ന് പറയുന്നത് 500 ഗ്രാമാണ്. 1/4 കിലോ എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. 3/4 കിലോ എന്ന് പറയുന്നത് 750 ഗ്രാമാണ് കേട്ടോ. ഇതൊക്കെ ബേസാണ്, ഇത് അറിഞ്ഞിരിക്കണം. ലിറ്ററിൻ്റെ കേസിൽ ഇത് തന്നെ. 1/4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 250 മില്ലി ലിറ്റർ, 3/4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 750 മില്ലി ലിറ്റർ കേട്ടോ. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ലിറ്ററിൻ്റെയും അതുപോലെ തന്നെ കിലോഗ്രാമിൻ്റെയും വെയ്റ്റിൻ്റെയും കേസ് കൂടി ഇവിടുന്ന് ചോദിക്കാം. ചോദിച്ച് കണ്ടിട്ടുണ്ട്, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കിലോഗ്രാമിൻ്റെയും അതുപോലെ തന്നെ ലിറ്ററിൻ്റെയും ഒക്കെ. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 20ൻ്റെ 40% 50ൻ്റെ 30% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%? നല്ലൊരു ചോദ്യമല്ലേ? നമ്മൾ 2 രീതിയിലൂടെ ചെയ്യിച്ചിട്ട് ഉത്തരത്തിലേക്ക് വരുന്ന ചോദ്യം ഉണ്ടോ? എന്താണ്? ആദ്യം നമ്മൾ 20ൻ്റെ 40% കണ്ടുപിടിക്കണം ഇല്ലേ? എന്താ ശതമാനം എന്ന് പറഞ്ഞാൽ? ശതം എന്ന് പറഞ്ഞാൽ 100 അല്ലേ? ശതവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 100 വർഷമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ശതമാനം എന്ന് പറഞ്ഞാൽ 20നെ 40% നമ്മൾ മാറ്റണം. എങ്ങനെ മാറ്റും? എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്? 40/100 ഇൻറ്റു 20 ചെയ്യണം. എത്രയാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ? 20ൻ്റെ 40%. കണ്ടോ, 20ൻ്റെ 40%. അപ്പോൾ 20 × 40/100 ചെയ്താലും ഉത്തരം കറക്റ്റാണ് കേട്ടോ. ശതമാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും 100ലാണ് പറയേണ്ടതെന്ന് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? താഴെ 2 0 മുകളിൽ 2 0. നമുക്ക് ഉത്തരം കിട്ടും ഇവിടെ 8 അല്ലേ? 4 × 8 കിട്ടും. അടുത്ത എത്രയാണ് വരേണ്ടത്? 50ൻ്റെ 30%. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? 30/100 ഇൻറ്റു 50. മുകളിൽ 2 0, താഴെ 2 0. നമുക്ക് ഉത്തരം കിട്ടും 3 5 15. ഇനി ഇവിടെ എന്താ പറയുന്നത്? 20ൻ്റെ 40% നമുക്ക് കിട്ടി 8, 50ൻ്റെ 30% നമുക്ക് കിട്ടി 15. ഇനി എന്ത് ചെയ്യണം? ഇവയെ തമ്മിൽ കൂട്ടണം. 15 8 എത്രയാണ്? നമുക്കറിയാം 15 8 എന്ന് പറയുന്നത് 23 അല്ലേ? 15 + 8 എത്രയാണ്? 23. ഓപ്ഷനിൽ 23 ഉണ്ട്, പക്ഷേ അതല്ല ഉത്തരം. അതിൻ്റെ ബാക്കിയുണ്ട് ചോദ്യം കണ്ടോ. കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%? അതായത് നമുക്ക് കിട്ടിയ എത്രയാണ്? 23 ശരിയല്ലേ? നമുക്കിവിടെ കൂട്ടി കിട്ടിയ സംഖ്യ 23. അപ്പോൾ ഇതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ എന്നാ? ഇതിൻ്റെ ഇരട്ടി എടുക്കണം. 23ൻ്റെ ഇരട്ടി എത്രയാ? 46 അല്ലേ? 23 + 23 അല്ലെങ്കിൽ 23 × 2 എത്രയാണ്? 23ഉം 23ൽ കൂട്ടിയാൽ അല്ലെങ്കിൽ 23 2 കൊണ്ട് ഗുണിച്ചാൽ 3 3 6, 2 2 4. നമുക്ക് ഉത്തരം കിട്ടും
ഓപ്ഷൻ ബി 46. കണ്ടോ ചോദ്യം വന്നത്? നമ്മൾ ആദ്യമേ ചാടിക്കയറി കൂട്ടിക്കിട്ടുന്ന സംഖ്യ 23 പോകും, പക്ഷേ ഒരിക്കലും പോകരുത്, ഉത്തരം തെറ്റും. എന്ത് ചെയ്യണം? ആ കൂട്ടിക്കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50% ഉണ്ടോ? 46 എന്ന് പറഞ്ഞ സംഖ്യയുടെ 50%മാണ് നമുക്ക് കൂട്ടിക്കിട്ടിയ 23. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? 46. കണ്ടോ? അപ്പോൾ ഓപ്ഷൻ്റെ അത് കൊടുത്തിരിക്കുന്നുണ്ടോ? 23 കൊടുക്കും. നമ്മൾ ചാടിക്കയറി കറപ്പിച്ച് പോയാൽ പിന്നെ നമുക്ക് മായ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, എന്താണ് 20ൻ്റെ 40% എന്ന് പറയുന്നത് 8, 50ൻ്റെ 30% എന്ന് പറയുന്നത് 15. അവയെ തമ്മിൽ കൂട്ടുക, കൂട്ടിക്കിട്ടുന്ന വാല്യൂ 23. ഇനി ചോദിച്ച ചോദ്യം എന്താണ്? ആ കൂട്ടിക്കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%മാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയ സംഖ്യയുടെ ഇരട്ടി എടുക്കണം. 23ൻ്റെ ഇരട്ടി എത്രയാണ്? 46. സോ 46ൻ്റെ 50% ആരെന്ന് പറയുന്നത്? 23 പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഇതും ഈ പറഞ്ഞ പോലെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ തുടങ്ങുന്നത്, 5ലാണ് തുടങ്ങുന്നത് ഈ ഒരു ബേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെസിമൽ ഫോമിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതാമെന്നുള്ളത് 5ാം ക്ലാസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. അവരുടെ പരീക്ഷയ്ക്ക് ഇത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ള നോക്കിക്കേ. നമുക്കറിയാം 0.2 എന്ന് എഴുതുവാണെങ്കിൽ 0.2 എന്ന് എഴുതുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? നമുക്കറിയാം ഒരു പോയിൻ്റേ ഉള്ളെങ്കിൽ താഴെ എന്തുകൊണ്ട് ഹരിക്കണം? 10 കൊണ്ട് ഹരിക്കണം. അതായത് മുകളിലുള്ള നമ്പറിനെ അതേപടി എഴുതി 10 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 0.2 ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഈ 0.2 എന്നുള്ളതിനെ കറക്റ്റായിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, 0.2 എന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നത്? 2/10. ഇനി എങ്ങനെ ഇത് 1/5 ആയത്, അല്ലെങ്കിൽ 5ൽ 1 ഭാഗമായത് എങ്ങനെയാണ്? ഇതിനെ ചെറുതാക്കി. കണ്ടോ? 2ൽ 2 ഒരു തവണ, 10ൽ 2 എത്ര തവണ? 5 തവണ. അങ്ങനെയാണ് ഇതിനെ ചെറുതാക്കി 1/5 എന്ന് 1/5 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 0.04 അല്ലെങ്കിൽ 0.04. അപ്പോൾ 2 പോയിൻ്റ് ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ പോയിൻ്റ് ദശാംശം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണുള്ളത്. 2 പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. മുകളിലുള്ള നമ്പറിനെ അതേപടി എഴുതി താഴെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഇപ്പം 4/100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0.04 എന്നാണ്. ഇപ്പോൾ 6/100 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 0.06 എന്നാണ്. 7/100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0.07 എന്നാണ്. എന്ന് പറഞ്ഞ പോലെ 4/100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 0.04. ഇനി അതെങ്ങനെ 1/25 ആയി? മുമ്പത്തെ പോലെ തന്നെ 4ൽ 4 എത്ര തവണ? 1 തവണ. ഇനി 100ൽ 4 എത്ര തവണയുണ്ട്? 25 തവണയുണ്ട്. സോ 1/25 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കിയേ, 0.25 അല്ലെങ്കിൽ 0.25 ഈസ് ഈക്വൽ ടു 25/100. മുമ്പേ പറഞ്ഞു പോയിൻ്റ് കഴിഞ്ഞ് 2 പ്ലേസ് ആണ്. സോ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെ അത് 1/4 ആയി? 25ൽ 25 ഒരു തവണ, 100ൽ 25 എത്ര തവണ? 4 തവണ അല്ലേ? 4 25 അല്ലേ 100. അപ്പം 1/4 അതും കറക്റ്റാണ്. ഇപ്പോൾ ഈ 3 ശരിയായിട്ട് കിട്ടി, അവസാനത്തെ ആയിരിക്കും തെറ്റ്. നോക്കിക്കേ, 1.25 എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതുന്നത്? എത്ര ഡെസിമൽ പ്ലേസേ ഉള്ളൂ? 2 ഡെസിമൽ പ്ലേസേ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതിയാൽ മതി? 125/100 ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എത്ര എഴുതി വെച്ചിരിക്കുന്നത്? 1000 ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം തന്നെ ഉത്തരം ഇവിടെ തെറ്റി. അപ്പം തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി കേട്ടോ. അപ്പം ജസ്റ്റ് ഡെസിമൽ പ്ലേസ് നോക്കുക, ഉത്തരം ടിക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദശാംശമൊക്കെ നോക്കി വേണം ഇടാൻ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷൻ പോയി നമ്മൾ കറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൂത്ത് വായിച്ച് എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല, സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോക്കി വേണം ചെയ്യാൻ. ഇതൊക്കെ ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. 2 സ്ഥാനം 2 സ്ഥാനം, 2 സ്ഥാനം 2 സ്ഥാനം, 2 സ്ഥാനം 1 സ്ഥാനം. ഇവിടെ നോക്കി 2 എടുത്ത് 3 ഇട്ടു. സോ ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ പ്രകാരം ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 28,467 എന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? നമുക്കറിയാം, ഇത് 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ 4ലുള്ളതാണ് കേട്ടോ. ഇതിനെ എങ്ങനെയാണ് ശിഷ്ടത്തിലേക്ക് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഇത് ചിലർ ഡിവൈഡ് ചെയ്ത് നോക്കും. ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് കിട്ടുന്ന ശിഷ്ടം എത്ര കിട്ടുമെന്ന് നോക്കിയോ. 28,467 ഡിവൈഡഡ് ബൈ 100. എന്താ വഴിയുള്ളത്? 200ൽ അല്ലെങ്കിൽ 284ൽ എത്ര തവണ 100 ഉണ്ട്? 2 തവണ അടങ്ങിയാൽ 200 കുറയ്ക്കണം 84, 6നെ ഇറക്കി എഴുതണം. 8 തവണ അടങ്ങിയാൽ 800 കുറയ്ക്കണം 46, 7നെ ഇറക്കി എഴുതണം.
4 തവണ അടങ്ങിയാൽ 400, ശിഷ്ടം നമുക്ക് കിട്ടും 67. കണ്ടോ, 67 ശിഷ്ടം കിട്ടും. ഇനി ഇതിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. എന്താണ് എളുപ്പമാർഗ്ഗമുണ്ട്? ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഡിവിഷൻ മെത്തേഡ്. പക്ഷേ എളുപ്പമാർഗ്ഗമുണ്ട്, നോക്കിയേ. 100 കൊണ്ടാണ് ഹരിക്കേണ്ടതെങ്കിൽ 100-ന് എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യം. ശരിയല്ലേ? അപ്പം നമ്മുടെ ചോദിച്ച ചോദ്യത്തിനകത്തുള്ള 2 പൂജ്യ വാല്യൂ ആയിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്. കണ്ടോ, 0.67 അല്ലെങ്കിൽ 67 ആയിരിക്കും ഉത്തരം വരേണ്ടത്. ഇനിയും ഇതിനെ 10 കൊണ്ടാണ് ഹരിക്കേണ്ടതെങ്കിലോ? 10-ന് എത്ര പൂജ്യമുണ്ട്? 1 പൂജ്യം. അപ്പോൾ ഇവിടെ ഏതെടുക്കണം? 7 മാത്രമേ എടുക്കാവുള്ളൂ. കണ്ടോ. ഇനി 1000 കൊണ്ടാണ് ഹരിക്കാൻ പറഞ്ഞതെങ്കിലോ? എത്ര പൂജ്യമുണ്ട് 1000-ന്? 3 പൂജ്യം. സോ അവസാനത്തിൽ നിന്ന് 3 പൂജ്യത്തിലുള്ള നമ്പേഴ്സിനെ അങ്ങ് പറക്കിയെടുത്താൽ മതി, 467. ഇതിനെ 10000 കൊണ്ടാണ് ഹരിക്കാൻ പറഞ്ഞെങ്കിലോ? 10000-ന് എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യം. അപ്പം പുറകിൽ നിന്ന് 4 പൂജ്യത്തിനുള്ള സ്ഥാനത്തിലുള്ള നമ്പറിനെ എടുത്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. കണ്ടോ, ഇത് എളുപ്പമാർഗ്ഗമാണ്. അങ്ങനെയാണ് ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ, പെട്ടെന്ന് പറയാമോ? 36,869. ഇതിനെ 10 കൊണ്ട് ഹരിച്ചാലുള്ള ഉത്തരം എത്രയായിരിക്കും? ശിഷ്ടം എത്രയായിരിക്കും? 10 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയായിരിക്കും? പറഞ്ഞേ, ടൈപ്പ് ചെയ്തേ. 36,869-നെ 10 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയാ? 9. കറക്റ്റാണ്. കണ്ടോ, 9. ഒരു വാല്യൂ മാത്രം എടുത്താൽ മതി. ഇനിയും 100 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്രയായിരിക്കും? 100 കൊണ്ട് ഹരിച്ചാൽ 69. കണ്ടോ, 2 പൂജ്യത്തിലുള്ള വാല്യൂ എടുക്കണം. ഇനി 10000 കൊണ്ട് ഹരിച്ചാലോ? 10000 കൊണ്ട് ഹരിച്ചാലോ എത്രയായിരിക്കും വാല്യൂ വരേണ്ടത്? 10000 എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കുക, സ്ഥാനങ്ങൾ എഴുതുക. എത്രയുണ്ട്? 6869. കണ്ടോ, ഇതാണ് എളുപ്പമാർഗ്ഗം. കറക്റ്റ് നമുക്ക് ഉത്തരം കിട്ടും. സോ ഈ മെത്തേഡ് നിങ്ങൾ ക്ലാസ് മുറിയിലിരുന്ന് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇത് നമുക്ക് 4 പഠിപ്പിക്കാനുള്ള കേട്ടോ, കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. 4-ലും 5-ലും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഓർത്തിരിക്കുക. 100 കൊണ്ടും 10 കൊണ്ടും 1000 കൊണ്ടും 10000 കൊണ്ടും ലക്ഷം കൊണ്ടും ഹരിക്കാൻ പറഞ്ഞാൽ, ഒരു നമ്പറിനെ ഹരിക്കാൻ പറഞ്ഞാൽ എന്താണ് എളുപ്പമാർഗ്ഗം? അതിന് ശിഷ്ടം കണ്ടുപിടിക്കാനായിട്ട് ആ നമ്പറിനകത്തു നിന്ന് അതിനകത്തുള്ള പൂജ്യങ്ങളുടെ സ്ഥാനം മാത്രം പറക്കിയെടുക്കുക, എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, നിദാന ശോധകം പ്രധാനമായി ഉപയോഗിക്കുന്നത്, ഒരുപാട് തവണ പറഞ്ഞതാണ്, നമ്മുടെ സൈക്കോളജിക്കകത്തുള്ളതാണ് ഈ ഒരു വാക്ക്. എന്താണ് നിദാന ശോധകം അല്ലെങ്കിൽ ഡയഗ്നോസിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു അസുഖത്തിന് ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടർ നമ്മളോട് പറയും പോയി ഡയഗ്നോസ് ചെയ്ത് വരാൻ പറയും. ഡയഗ്നോസ് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, അല്ലേ എന്നാണ് അർത്ഥം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മുടെ കുട്ടികളുടെ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഈ പറഞ്ഞ നിദാന ശോധകം നടത്തുമ്പോൾ കുട്ടികളിലുണ്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുണ്ടാകുന്ന പഠന പ്രയാസങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ നിദാന ശോധകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന് എന്തിനായിരിക്കും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഒന്ന്, അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റം തീരുമാനിക്കുന്നതിനാണോ? അതോ മികവിനുള്ള സമ്മാനങ്ങൾ തീരുമാനിക്കുന്നതിനാണോ? അതോ പഠന നേട്ടങ്ങൾക്കുള്ള സ്കോറുകൾ നിർണ്ണയിക്കുന്നതിനാണോ? അതോ പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിനാണോ? ഏതിനായിരിക്കും നിദാന ശോധകങ്ങൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, കുട്ടികളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നിദാന ശോധകങ്ങൾ യൂസ് ചെയ്യുന്നത്, ഡയഗ്നോസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം കുട്ടികളുടെ പഠനത്തിനുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നിദാന ശോധകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കിയിട്ട് വേണം പോകാൻ. ഇത് സൈക്കോളജിക്കും മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും എല്ലാ വിഷയത്തിനും ചോദിക്കും കേട്ടോ. സോഷ്യലിനും എല്ലാത്തിനും ചോദിക്കുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഡയഗ്നോസിസ്, വെയർ വി അപ്ലൈ ഡയഗ്നോസിസ് അല്ലെങ്കിൽ നിദാന ശോധകം എവിടെയാണ് നടത്തുന്നത്. കാരണം കുട്ടികളിൽ എന്തെങ്കിലും പഠന പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, ആ വാക്കിൽ തന്നെ ഉണ്ടോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, അത് കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? നിദാന ശോധകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓർത്തിരിക്കുക, ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്രമത്തിൽ തുടർന്നാൽ ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാവും? ഓക്കെ, നമുക്ക് നോക്കിയേ, ഒന്നാമത്തെ പടം, അതായത് ഇത് ഒന്നാമത്തെ പടം, രണ്ടാമത്തെ പടം, മൂന്നാമത്തെ പടം, നാലാമത്തെ പടം. ഒന്നാമത്തെ പടത്തിൽ എത്ര സമചതുരമുണ്ട്? നോക്കി പറഞ്ഞേ, എത്ര സമചതുരമുണ്ട് ഒന്നാമത്തെ പടത്തിൽ? എത്ര ഉണ്ട് ഒന്നാമത്തേൽ? ടൈപ്പ് ചെയ്തു. ഒന്നാമത്തേലോ 25 അയ്യോ, ഒരെണ്ണം. ഓക്കെ, കറക്റ്റാണ്. ഒന്നാമത്തേൽ ഒരെണ്ണം. രണ്ടാമത്തേലോ? രണ്ടാമത്തേൽ 4 കറക്റ്റാണ്. മൂന്നാമത്തേലോ? 1 2 3 4 5 6 7 8 9 10 11 12 അല്ല കേട്ടോ, തെറ്റാ. ഇതിന് എളുപ്പമാർഗ്ഗമുണ്ട്. ഇത് നോക്കണം, ഒന്നാമത്തേനെ കണ്ടുപിടിക്കാൻ ഇവിടെ എത്ര റോയും എത്ര കോളവും ഉണ്ടെന്ന് നോക്കുക.
ഒന്നാമത്തേതിൻ്റെ അകത്ത് എത്ര റോ എത്ര കോളം ഉണ്ട് നോക്കി, എത്ര റോ ഉണ്ട്? ഒരു റോയും ഒരു കോളവും തമ്മിൽ ഗുണിക്കുക. 1 ഗുണം എത്രയാണ്? 1. രണ്ടാമത്തെ പിക്ചർ എടുക്കുമ്പോൾ ഇത് ഈ ഒരു കേസിൽ കേട്ടോ, ഇത് എനിക്കെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ പിക്ചർ നോക്കുമ്പോൾ, അതായത് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ അതിൽ എത്ര റോ ഉണ്ട്? 2 റോ അല്ലേ? 2 റോയും 2 കോളവും ഉണ്ട്. അപ്പോൾ 2 ഗുണം 2 എത്രയാണ്? 4. അതിൻ്റെ തൊട്ട് പുറകുള്ള നമ്പർ ആരാണ്? 1 ഗുണം 1, അതെത്രയാണ്? 1. അപ്പം 4 1 5. ഇതിൻ്റെ അകത്തുണ്ടാകുന്നത് മൊത്തം 5 സമയോജനങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റോയും കോയും പുറകോട്ട് ഗുണിക്കുക. ഇനി മൂന്നാമത്തെ ഈ പടം നോക്കിക്കേ, ഇതിൽ എത്ര റോയും എത്ര കോളവും ഉണ്ട്? 3 ഗുണം 3 ശരിയല്ലേ? 3 റോയും 3 കോളവും ഉണ്ട്. അപ്പോൾ 3 ഗുണം 3 എത്രയാണ്? 9. അതിൻ്റെ തൊട്ട് പുറകിൽ ആരാ ഉള്ളത്? 2. അപ്പോൾ 2 ഗുണം 2 എത്രയാണ്? 4. 1 ഗുണം 1 അതിൻ്റെ പുറകിലുണ്ട് 1. ഇവന്മാരെ 3 കൂട്ടുക. 9 1 10 4 14 എണ്ണമായിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന സമയോജനം എന്ന് പറയുന്നത്. അടുത്ത കോളം അപ്പം നോക്കിക്കേ, നാലാമത്തേൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും? 4 ഗുണം 4 ഈസിക്കൽ ടു 16, 3 ഗുണം 3 ഈസിക്കൽ ടു 9, 2 ഗുണം 2 ഈസിക്കൽ ടു 1, 1 ഗുണം 1 ഈസിക്കൽ ടു 2 ഗുണം 2 ഈസിക്കൽ ടു 4, 1 ഗുണം 1 ഈസിക്കൽ ടു 1. മൊത്തം കൂട്ടണം. 9 1 10, 10 4 14, 14 6 20, 10 30 എണ്ണമായിരിക്കും എവിടെയുള്ളത്? ഇതിൻ്റെ അകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ചിത്രത്തിൽ എത്ര റോയും എത്ര കോളവും കാണും? എത്ര റോയും എത്ര കോളവും കാണും അടുത്ത വരാൻ പോകുന്നതിൻ്റെ അകത്ത്? 5 എണ്ണം ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 5 ഗുണം 5 ചെയ്യണം ഈസിക്കൽ ടു 25. അടുത്തത് അതിൻ്റെ തൊട്ട് പുറൽ നമ്പർ ആരാ? 4 ഗുണം 4 ഈസിക്കൽ ടു 16. അടുത്തത് 3 ഗുണം 3 ഈസിക്കൽ ടു 9, 2 ഗുണം 2 ഈക്വൽ ടു 4, 1 ഗുണം 1 ഈക്വൽ ടു 1. മൊത്തം കൂട്ടണം. നമുക്ക് മുമ്പേ കിട്ടി 30. 30ഉം 20ഉം 50ഉം 5ഉം 55 ടോട്ടൽ എന്ത് കാണും ഇതിൻ്റെ അകത്ത്? അടുത്ത വരാൻ പോകുന്ന പിക്ചറിൻ്റെ അകത്ത് 55 സ്ക്വയേഴ്സ് കാണും. മനസ്സിലായോ? കണ്ടുപിടിക്കുന്ന എളുപ്പമാർഗം മനസ്സിലായോ? ഇത് നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഓർത്തിരിക്കണം കേട്ടോ, ഇതൊക്കെ ഓർത്തിരിക്കണം. ഇത് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. എന്ത് ചെയ്താൽ മതി? സ്ക്വയർ അല്ലേ? സോ തന്നിരിക്കുന്ന സ്ക്വയറിനെ താഴോട്ടുള്ള സ്ക്വയറുകളെല്ലാമായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഉത്തരം തമ്മിൽ കൂട്ടിയാൽ മതി. നമുക്ക് എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എത്ര സ്ക്വയർ ഉണ്ട്? മൊത്തം 55 എണ്ണം വരും അടുത്ത വരാൻ പോകുന്ന 5 ഗുണം 5 എണ്ണത്തിൻ്റെ അകത്ത്. മനസ്സിലായോ? കിട്ടിയോ? തെറ്റിക്കോ? ഇനിയും ഇത് ഓൾറെഡി പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇതിന് മുമ്പ് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ ഇത് നോക്കണം. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന എത്ര റോയും എത്ര കോളവും ഉണ്ടെന്ന് എണ്ണുക, അതിനെ ഗുണിക്കുക, തൊട്ട് പുറകിൽ നമ്പർ ഗുണിക്കുക, വീണ്ടും ഗുണിക്കുക, അങ്ങനെ 1 ഗുണം 1 വന്ന് നിൽക്കുക. ശേഷം എല്ലാത്തിനെയും കൂട്ടിയെടുക്കുക, നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ കിട്ടുന്ന ഉത്തരം അടുത്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതിനകത്ത് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. സോ കറക്റ്റ് ഉത്തരം 55 എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നു. ഗണിത പഠനത്തിൽ ബാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പലതവണ ക്ലാസ്സിൽ പറഞ്ഞാണ്. എന്താണ് ബാല എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ, ബാല എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഫോം. ബാലയുടെ ഫുൾ ഫോം എന്താ? അതും ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. ബാലയുടെ ഫുൾ ഫോം എന്താ? ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടത്തെ നമ്മൾ പഠനോപകരണമായി ഉപയോഗിക്കുന്നു. അത് വെച്ചുകൊണ്ട് ഇതിലുള്ള ഓപ്ഷൻ ഏതാണ് കറക്റ്റായിട്ടുള്ളത്? നോക്കിക്കേ, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ കറക്റ്റായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ് കേട്ടോ. എന്താണ്? വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ, ക്ലാസ് മുറി, ചുമരുകൾ, വാതിലുകൾ, ജനലുകൾ, ചുറ്റുപാടുകൾ, കോണിപ്പടികൾ ഇവ ഗണിത പഠനത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതാണ് ബാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ ചുറ്റുപാടിലും അതുപോലെ തന്നെ ഭിത്തിയിലും ഒക്കെ നമ്മൾ 2+1 3 അതുപോലെ തന്നെ സങ്കലന പട്ടികയും വ്യവകലന പട്ടികയും ഗുണന പട്ടികയും സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതും പടങ്ങളുടെയൊക്കെ നമ്പർ കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്പർ എഴുതിയിടുന്നതും 1 2 3 ഒക്കെ നമ്മൾ പല ആകൃതിയിലൊക്കെ എഴുതുന്നതൊക്കെ ബാലയാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അത് ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡിൻ്റെ അകത്ത് വരുന്ന പ്രവർത്തനങ്ങളാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റിനും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൂർത്തമായ ഉദാഹരണങ്ങളിൽ നിന്നും പൊതുവായ നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഗണിത പഠന രീതി ഏതാണ്? ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? എക്സാമ്പിൾ കൊടുത്ത് പ്രൂഫിലേക്ക് പോകുന്ന രീതി ഏതാ? എക്സാമ്പിൾ കൊടുത്ത് പ്രൂഫിലേക്ക് പോകുന്നത്. യെസ്, കറക്റ്റാണ്. ആഗമന രീതി അല്ലേ? ആഗമന രീതിയാണ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡാണ്
എക്സാമ്പിളിൽ നിന്നും എങ്ങോട്ട് പോകുന്നത്? പ്രൂഫിലേക്ക് പോകുന്ന രീതി. ഇപ്പം ഞാൻ പറയുവാണ്, ഏതൊരു രണ്ട് ഒറ്റ സംഖ്യകളുടെയും തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ എന്താണ്? ഏതൊരു രണ്ട് ഒറ്റ സംഖ്യകളുടെയും തുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. എക്സാമ്പിൾ എടുത്ത് നോക്കിക്കോ. 1 + 3 നമുക്ക് കിട്ടും 4, കണ്ടോ? അതുപോലെ തന്നെ 3 + 7 നമുക്ക് കിട്ടും 10, 11 + 13 നമുക്ക് കിട്ടും 24, കണ്ടോ? അപ്പോൾ നോക്കിയാൽ ഏതൊരു ഒറ്റ സംഖ്യകളുടെയും തുക എന്തായിരിക്കും? എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഒരു പ്രവർത്തനം പറയുമ്പോൾ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെടുക്കണം? രണ്ട് ഓഡ് നമ്പർ എടുക്കണം, അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എടുക്കണം, അവ തമ്മിൽ കൂട്ടണം. അപ്പോൾ ക്ലാസ്സിൽ 30 പേരുണ്ടെങ്കിൽ 30 പേര് 30 എക്സാമ്പിൾ എടുക്കും. അവർ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന ഉത്തരം എപ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് തെളിയിച്ചില്ലേ, 30 പേർക്ക് കിട്ടിയ 30 എക്സാമ്പിൾ, അവർക്ക് 30 കിട്ടിയ ഒരു കൺക്ലൂഷൻ എന്താണ്? എല്ലാം രണ്ടെടുത്ത അല്ലെങ്കിൽ രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ തത്വത്തിലെത്തി, കണ്ടോ? അങ്ങനെ എക്സാമ്പിളിൽ നിന്നും പ്രൂഫിലേക്ക് വരുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് നിഗമന രീതി. അത് ഓർത്ത് വെക്കണം. പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലേക്ക് പോകണം, കേട്ടോ. പ്രൂഫ് കൊടുത്തിട്ട് അവിടുന്ന് എക്സാമ്പിളിലേക്ക് പോകണമെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതി എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ½ ആണ് എന്ന് പറഞ്ഞാൽ, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എടുക്കണം? ബേസിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കണം. ഇത് കണ്ടോ, ഇതൊരു തിയറവാ അല്ലെങ്കിൽ ഇതൊരു പ്രൂഫാ. ഈ പ്രൂഫ് കൊടുത്തിട്ട് നമ്മൾ പറയുവാണ്, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിച്ച് ഹാവ് എ ബേസ് ലെങ്ത് ഓഫ് 10 cm ആൻഡ് എ ഹൈറ്റ് ഓഫ് 12 cm. അപ്പോൾ നമ്മൾ തന്നെ എടുക്കും ½ × 10 × 12 വെട്ടിക്കളയണം, 5 വരും, 12 5 60 cm². നമുക്ക് ഉത്തരം കിട്ടും, കണ്ടോ? ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വരുന്നതാണ് എന്ത്? പ്രൂഫ് എന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് തത്വം തന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഉദാഹരണങ്ങളിലേക്ക് പോകുന്നു. അതിന് പറഞ്ഞ പേരാണ് നിഗമന രീതി. അടുത്താണ് പ്രൊജക്റ്റ് രീതി എന്ന് പറഞ്ഞാൽ, ഒരു ഗവേഷക മനോഭാവത്തോടു കൂടി നമ്മളൊരു പ്രശ്നത്തെ അപഗ്രഥിച്ച് കണ്ടെത്തുന്ന രീതിയാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. പരീക്ഷണ രീതി നമുക്കറിയാലോ, എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ പരിഗണിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയാണ് പരീക്ഷണ രീതി അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്, കേട്ടോ. ഇതൊക്കെ പെഡഗോഗിയാണ് നമ്മുടെ എന്തിനകത്തുള്ളത്? മാത്സിനകത്തുള്ള ക്ലാസ്സിൽ വന്നതാണ്. ഒന്നുകൂടി നോക്കണം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആഗമന രീതിയും നിഗമന രീതിയും, കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന രണ്ടാൾക്കാരാണ്, ഓമാരെ മറന്ന് കളയരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അധ്യാപക സഹായിയുടെ പ്രധാന ലക്ഷ്യമല്ലാത്തത്, അതായത് നമ്മുടെ ടീച്ചർ ടെക്സ്റ്റിൻ്റെ പ്രധാന ലക്ഷ്യമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? നോക്കിയേ. പഠന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിന്, പഠന നേട്ടങ്ങൾ നിർണ്ണയിക്കുന്നതിന്, കുട്ടികൾക്ക് ഗ്രഹപാഠം നൽകുന്നതിന്, വിലയിരുത്തൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്. ഏതാണ് പ്രധാന ലക്ഷ്യമല്ലാത്തത്? നമ്മളെല്ലാം ഉപയോഗിക്കുന്നതല്ലേ ടീച്ചർ ടെക്സ്റ്റ്. അപ്പം അതിൽ ഏതാണ് കുട്ടികൾക്ക് പ്രധാന ലക്ഷ്യമല്ലാത്തത്? ഏതാ? കുട്ടികൾക്ക് ഗ്രഹപാഠം നൽകുന്നതിന്, ശരിയല്ലേ? ഗ്രഹപാഠം നൽകുന്നത് നമ്മളെപ്പോഴും അധിക പ്രവർത്തനം അല്ലെങ്കിൽ അധിക പ്രവർത്തനമായിട്ട് നമ്മൾ എന്തിലാണ് കൊടുക്കുന്നത്? ടീച്ചർമാരിലത് നമ്മൾ എഴുതി വെക്കും. അത് നമ്മൾ കുട്ടികളെ ഇച്ചിരി ഉയർന്ന ലെവലിലുള്ള ചോദ്യങ്ങളാണ് കൊടുത്തു വിടുന്നത്, അല്ലേ? നേരെ മറിച്ച് പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് അധ്യാപക സഹായിക അത് പറയുന്നുണ്ട്. ഏതൊക്കെ പഠന നേട്ടങ്ങളുണ്ടെന്ന് അധ്യാപക സഹായി നോക്കിയാൽ കിട്ടും. അതുപോലെ തന്നെ ഏതൊക്കെ വിലയിരുത്തൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും നമ്മുടെ ഈ പറഞ്ഞ അധ്യാപക സഹായം അല്ലെങ്കിൽ ടീച്ചർ ടെക്സ്റ്റ് നോക്കിയാൽ കിട്ടും. നമ്മളെ ആദ്യം എഴുതുന്ന പെഡഗോഗിക് അനാലിസിസും അതുപോലെ തന്നെ ടീച്ചിങ് മാനുവലൊക്കെ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു കോളത്തിൻ്റെ അകത്ത് കാണുന്നതാണ് ഈ പറഞ്ഞ ഏതൊക്കെ വിലയിരുത്തൽ തന്ത്രങ്ങൾ അവിടെ ആസൂത്രണം ചെയ്യണമെന്ന്. സോ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമുക്ക് വേണ്ടതാണ്. നേരെ മറിച്ച് ഗ്രഹപാഠം നൽകുന്നതിന് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല? അധ്യാപക സഹായിയുടെ പ്രധാന ലക്ഷ്യം അല്ല, കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ട് നമുക്കത് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും, കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 1 മില്യന് തുല്യമല്ലാത്തത് ഏത്? ഇവിടെ മില്യനും ട്രില്യനും ബില്യനും എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇവിടെ നോക്കിയേ, 10⁻6 ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കഴിഞ്ഞിട്ട് 6 0, അല്ലേ? 10 കഴിഞ്ഞിട്ട് 6 0 ഇടാനാണ് പറഞ്ഞത്. ഇനിയും 1000 × 1000 എത്രയാണ് കിട്ടേണ്ടത്? 1 എഴുതിയിട്ട് ഇവിടെയും 6 0 ഇടണം. അപ്പോൾ ഇതിനെ എന്തായിരിക്കും വായിക്കുന്നത്? 100 കോടി എന്ന് വായിക്കുമോ? ഇവിടെ നോക്കിയോ, 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം, അല്ലേ? ഇതിന് പറയുന്ന പേരാണ് 10 ലക്ഷം എന്ന് പറയുന്നത്. അപ്പം മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും 10 ലക്ഷമാണ്. 10 ലക്ഷത്തെ പല രീതിയിൽ നമ്മൾ എക്സ്പോണൻസിൻ്റെ പവറിലും
മൾട്ടിപ്ലിക്കേഷൻ്റെ ടേംസിലും വേർഡ്സിലും ഡിനോട്ട് ചെയ്താണ് ഈ 3 എണ്ണം. പക്ഷേ 100 crore അല്ലെങ്കിൽ 100 കോടി എന്ന് പറഞ്ഞാൽ 1 മില്യൺ അല്ല കേട്ടോ, ആ കാര്യം ഓർത്തിരിക്കണം. ഇനി മില്യനും ട്രില്യനും ബില്യനും എന്താണെന്നറിയാവോ? മില്യനും ബില്യനും ട്രില്യനും എന്താണെന്നറിയാവോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം കേട്ടോ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണ് 1 മില്യൺ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ 1 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ലക്ഷമാണ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം കേട്ടോ. 10 ലക്ഷമാണ് 1 മില്യൺ എന്ന് പറയുന്നത്. ഇനിയും 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അതാണ് ഇവിടെ ചോദിച്ചോണ്ടോ. 100 കോടി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? 1 ബില്യനാണ്. 1 മില്യൺ 10 ലക്ഷമാണ്, 1 ബില്യനാണ് 100 കോടി. ഇനി ഒരാളൂടെയുണ്ട് 1 ട്രില്യൺ. 1 ട്രില്യൺ കേട്ടോ, അല്ലെങ്കിൽ TRILLION. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിയാണ് കേട്ടോ. 1 ലക്ഷം കോടിയാണ് എന്ത്? 1 ട്രില്യൺ എന്ന് പറയുന്നത്. സോ ഓർത്തിരിക്കണം, മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി, ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി. നമ്മുടെ യൂട്യൂബിലൊക്കെ ചില വ്യൂസ് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? മില്യൺ വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് 2 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ ഒക്കെ അടിച്ചു എന്ന് പറഞ്ഞ് കാണിക്കത്തില്ലേ? എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണ്. സോ 2 മില്യൺ എന്ന് വെച്ചാൽ 20 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന അർത്ഥം കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ എന്താണ് ഗോൾഡൻ സ്റ്റാറും അല്ലെ പ്ലേ ബട്ടനൊക്കെ കൊടുക്കുന്നത്. ഇനി ഇതിനൊക്കെ എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയണ്ടേ? നോക്കിക്കേ, ഇവിടെ കാണാൻ പറ്റും കണ്ടോ, സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റും. 100-ന് 3 പൂജ്യം, 1000-ന് 4 പൂജ്യം, മില്യന് 6 പൂജ്യം. അതുകൊണ്ടാണ് 1000 ഗുണം 1000 ഗുണിച്ചപ്പോൾ 6 പൂജ്യം അല്ലെങ്കിൽ 10⁶. കണ്ടോ, നമ്മൾ 10 ലക്ഷത്തിന് കണ്ടില്ലായിരുന്നോ? അതാണ് 6 പൂജ്യം. ബില്യൺ നമ്മൾ പഠിച്ച 100 കോടിക്കാണെങ്കിൽ 9 പൂജ്യം. ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിക്ക് 12 പൂജ്യം ഉണ്ട് കണ്ടോ. പിന്നെയുള്ളതാണ് ക്വാഡ്രില്യൺ, അതിനാണെങ്കിൽ 15 പൂജ്യം വരും കേട്ടോ. സോ ഓർത്തിരിക്കണം. ഈ ഒരു ഇത് ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. ഇതും ചോദിച്ചിട്ടുണ്ട് പല ആവർത്തി. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ബില്യൺ ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 9 പൂജ്യമുള്ള ആൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് 100 കോടിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. സോ അത് ഓർത്തിരിക്കണം. ബില്യന് താഴെ പറയുന്നതിൽ ബില്യന് സമമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബില്യൺ എന്ന് പറഞ്ഞാൽ 9 പൂജ്യമാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? 100 കോടിയാണ് അവിടെ പറയുന്നത് കേട്ടോ. സോ നമുക്കറിയാം, മില്യൺ എന്ന് പറഞ്ഞാൽ 6 പൂജ്യം, ബില്യൺ എന്ന് പറഞ്ഞാൽ 9 പൂജ്യം, ട്രില്യൺ എന്ന് പറഞ്ഞാൽ 12 പൂജ്യം, ക്വാഡ്രില്യൺ എന്ന് പറഞ്ഞാൽ 15 പൂജ്യം കേട്ടോ. സോ ആ കാര്യം കൂടി ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഇത് നമ്മുടെ 5ാം ക്ലാസ്സിലുള്ള കേട്ടോ, 5, 6 ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഈ ഒരു കാര്യം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഘടന പഠനത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ TLM ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വായിച്ചു നോക്കിയിട്ട് ഉത്തരം പറഞ്ഞോ. ഓരോന്നും ഏതാന്ന് പറഞ്ഞു. പെണ്ണേ ഡേ ഏതാണ് തെറ്റായിട്ടുള്ളത്? പഠനോപകരണങ്ങൾ ഉപയോഗിച്ചാൽ നമുക്കറിയാം കണ്ടും കേട്ടും ചെയ്തും പഠിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. അത് കറക്റ്റാണ് കേട്ടോ. അടുത്തത് എന്താണ്? നമ്മുടെ അമൂർത്തമായ ആശയങ്ങൾ വേഗത്തിൽ സംശീകരിക്കാൻ കഴിയുന്നു. അതും കറക്റ്റല്ലേ. അമൂർത്തം എന്ന് പറഞ്ഞാൽ പാടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുന്നു. ഇപ്പം നമുക്കിപ്പം സൂര്യൻ്റെ അല്ലെങ്കിൽ നമുക്കറിയാം ഭൂമിയുടെ ഭ്രമണം പരിക്രമണം റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ കുട്ടികളെ കാണിക്കണം. എത്ര പറഞ്ഞാലും കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഒരു മോഡൽ ഉണ്ടാക്കി കാണിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇനി ഗണിത പഠനത്തിൽ കുട്ടികളുടെ താല്പര്യം വർദ്ധിക്കുന്നു. അതും ആ പറഞ്ഞത് ശരിയല്ലേ. ഗണിതത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ TLM ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമോടെ വർദ്ധിക്കും. പിന്നെയുള്ളവരെ കണ്ടോ, പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പാഠ്യവിനയത്തിന് കൂടുതൽ സമയം ആവശ്യമാണ്. ഈ പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്, പക്ഷേ ഇത് പഠനം എളുപ്പകരമാക്കും കേട്ടോ. ഈ പറഞ്ഞ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ തെറ്റുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം പോയി ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് യൂസേജും. പക്ഷേ കുട്ടികളുടെ കേസിൽ നമ്മൾ നോക്കുന്നത് കുട്ടികൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ആ ഒരു മനസ്സിലാക്കുന്നതിൻ്റെ അകത്ത് അതിന് സമയം പോയാൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് നമ്മളത് മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾ ടീച്ചർമാരിൽ എഴുതുന്നത്. അപ്പം ഈ പറഞ്ഞ വിനിമയം നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ പോലും കുട്ടികൾക്ക് ആ ആശയം സാംശീകരിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അന്നത്തെ പഠന നേട്ടം കുട്ടികൾക്ക് സാംശീകരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ എന്താണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം? പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠ്യവിദ്യത്തിന്
കൂടുതൽ സമയം ആവശ്യമാണ് എന്നതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 36 - 2 × 8 ഡിവൈഡഡ് ബൈ 4. എന്താണ് ഉത്തരം? ഇവിടെ ആരെ ഉപയോഗിക്കേണ്ടത്? ഇപ്പോഴും പറയുന്ന ഒരാളുണ്ട്. ആരാണ്? ആരെ യൂസ് ചെയ്യേണ്ടത് ഇവിടെ? ആരെ ഉപയോഗിക്കേണ്ടത്? കണ്ടോ, ഒരേ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒന്നിലധികം ക്രിയകൾ അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. ഗുണനമുണ്ട്, ഹരണമുണ്ട്, അഡീഷനുണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു ക്രിയക്കകത്ത് ഇവന്മാരെ എല്ലാം വന്നാൽ ആരെ യൂസ് ചെയ്യണം? കറക്റ്റാണ്, ബോഡ് മാസ് യൂസ് ചെയ്യണം. എന്താണ് ബോഡ് മാസ് എന്ന് പറഞ്ഞാൽ? ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം, പിന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ക്വയറും റൂട്ടും ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യണം. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ മൂന്നാമത് ചെയ്യണം. എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം ഉണ്ടെങ്കിൽ നാലാമത് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ അഡീഷൻ, കൂട്ടാനുള്ളത് അഞ്ചാമത് ചെയ്യണം. എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ, എന്താണ് കുറയ്ക്കാനുള്ളതിനെ ആറാമത് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്. ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടത്തില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതിന് ഏതെങ്കിലും ഉത്തരം നിങ്ങൾ കറപ്പിച്ചാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും കേട്ടോ. അതാണ് അവിടുത്തെ ഗുണം. ഓക്കെ, എന്താണ് ബോഡ് മാസ്? കണ്ട് ഇവിടെ കാണാം. ബോഡ് മാസ് എന്താണ്? ബ്രാക്കറ്റ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ അവനെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിക്കേ. ചോദ്യം എന്താ വേണ്ടത്? 36 - 2 × 8 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? ഇല്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ക്വയറോ റൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ പോയിട്ട് ആരാ ഉള്ളത്? അടുത്ത ആളാണ് ഡിവിഷൻ, ഡി അല്ലേ? ഡിവിഷൻ ചെയ്യാനുണ്ട്. ആരാ ഉള്ളത്? 8 × 4. അപ്പോൾ എന്താ ഉള്ളത്? 36 - 2 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? നമുക്ക് കിട്ടും ഉത്തരം 8ൻ്റെ അകത്ത് 4 എത്ര തവണയുണ്ട്? 2 തവണ. ശരിയല്ലേ? അപ്പോൾ ആ ഡിവിഷൻ അവിടെ നിന്ന് പോയി. ഇനി ആരാ ഉള്ളത്? 36 - 2 × 2. അടുത്ത ആരാ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. സോ 36 - 2 × 2 എത്രയാണ്? 4. ഇനി നമുക്ക് ആരേ ഉള്ളൂ സബ്സ്ട്രാക്ഷൻ ചെയ്യാനുള്ളത്? 36 - 4 പോയാൽ 32 ഉത്തരം കിട്ടേണ്ടത്. പക്ഷേ ഉത്തരം ഇതിൻ്റെ അകത്തുണ്ടോ? ഉത്തരം ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. സന്തോഷമായില്ലേ? അപ്പം ഇങ്ങനെ ക്യാൻസലായി പോവാണ്. നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റിനാണേലും നിങ്ങൾക്ക് ഡൗട്ടാണ്, ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കറപ്പിച്ചേക്കണം കേട്ടോ. ചുമ്മാ കറപ്പിച്ച് വെച്ചാൽ മതി. അങ്ങനെ കറപ്പിച്ച് വെച്ചാൽ റെക്ടിഫൈഡ് ആൻസർ കീയും പ്രൊഫഷണൽ ആൻസർ കീ എല്ലാം വന്നു കഴിയുമ്പോൾ അവർ എഴുതി തരും ക്വസ്റ്റ്യൻ നമ്പർ 30 ഇൻ സെറ്റ് ബി ക്വസ്റ്റ്യൻ നമ്പർ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് എഴുതി കാണും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾ ഇതിനെ ഏതെങ്കിലും ഓപ്ഷൻ കറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് വീഴും കേട്ടോ. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ കേറ്ററി പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടിയ ഉത്തരം 32 ആണെങ്കിൽ അവിടെ ഇല്ലല്ലോ എന്നോർത്ത് ടീച്ചറിനോട് വരുത്തുമ്പോഴേക്കാണൊന്നും പോവില്ല. നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കുക. നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആണെങ്കിൽ, നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കറപ്പിക്കുക, എഴുന്നേറ്റ് പുഴുക. അല്ല കറപ്പിക്കാതെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ചെയ്യാതെ വരില്ല. കറപ്പിച്ചാൽ മാത്രമേ അവിടെ മാർക്ക് വീഴത്തുള്ളൂ കേട്ടോ. സോ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയാൽ അതിൻ്റെ 1 മാർക്ക് ആഡായി കിട്ടും കേട്ടോ. കഴിഞ്ഞ പരീക്ഷയിൽ അതിനകത്ത് 2 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയി കേട്ടോ. സോ 2 മാർക്ക് അവിടെ ആഡായിട്ട് കിട്ടി, 1 ക്വസ്റ്റ്യൻ ഓപ്ഷനും മാറി കേട്ടോ. അങ്ങനെയായിരുന്നു റെക്ടിഫൈഡ് ആൻസർക്കകത്ത് വന്നത് കേട്ടോ. സോ അങ്ങനെയുള്ളപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾ നിർബന്ധമായിട്ടും കറപ്പിക്കണം. അറിയത്തില്ലെങ്കിൽ പോലും കറക്കി കുത്തണം കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ കൊണ്ട് കറക്കി കുത്താൻ നിൽക്കരുത്. അറിയാൻ മേലാത്ത ഡൗട്ടുള്ളതിനൊക്കെ കറക്കി കുത്തിയിട്ട് വേണം വരാൻ. കറക്കി കുത്താൻ PSC പോലെയല്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരേണ്ടത് 32 പക്ഷേ 32 ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായിപ്പോയി. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാവർക്കും മാർക്ക് കിട്ടി കേട്ടോ. കറപ്പിച്ച് എല്ലാവർക്കും മാർക്ക് കിട്ടി. സോ ഓർത്തിരിക്കുക, ബോർഡ് മാസ് റൂൾ എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ക്ലാസ് 1 നോക്കണം, പരീക്ഷയ്ക്ക് വരും, നോക്കി വേണം ചെയ്യാൻ കേട്ടോ. എങ്ങനെ ഏതുള്ളപ്പോഴാണ് ഒരു ക്രിയക്കകത്ത് ഒന്നിലധികം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ പറയുന്ന ബോർഡ് മാസ് റൂൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പഠനത്തിൻ്റെ വിലയിരുത്തൽ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നമുക്കറിയാം പ്രൈമറി ക്ലാസ് ആണ്. സോ അതിൻ്റെ വിലയിരുത്തൽ മേഖലയിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? 1 സാമാന്യവൽക്കരണം, 2 ദന്തങ്ങളുടെ ഉപയോഗം, 3 സംഖ്യാബോധം, 4 മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാണ് ഉത്തരം? പ്രൈമറി ക്ലാസ്സുകളിൽ LP UP തലങ്ങളിൽ അപ്പർ പ്രൈമറി ലോവർ പ്രൈമറി നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഇല്ലേ, സാമാന്യവൽക്കരണവും ദത്തങ്ങളുടെ ഉപയോഗവും സംഖ്യാബോധനവും എല്ലാം നമ്മൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. സോ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിന് ഉത്തരവാണ് കേട്ടോ. വിലയിരുത്തൽ മേഖലയിൽ ഉൾപ്പെടും. നമുക്കറിയാലോ വിലയിരുത്തൽ വെച്ചാൽ കുട്ടികളെ നമ്മൾ വിലയിരുത്തുന്നതാണ്. സോ നമ്മളത് സാമാന്യവൽക്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തിയറീസ് ചെറിയ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്.
അതുപോലെ തന്നെ ദത്തങ്ങളുടെ ഉപയോഗം, ഡേറ്റ ഹാൻഡ്ലിങ്, നമ്മുടെ 3-ലും 4-ലും ഒക്കെ ടാലി മാർക്ക് ഇടാനും അതുപോലെ തന്നെ അല്ലേ വെട്ടിക്കളയാനും, അതുപോലെ തന്നെ പിക്ചർ കണ്ട് ഒരു പിക്ചർ 100 എണ്ണമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏതിനാണ് കൂടുതൽ വിറ്റഴിവ് എന്നൊക്കെയുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് ഉണ്ട്. സംഖ്യാബോധം എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലാണെങ്കിൽ 1 മുതൽ 100 വരെ, 2-ാം ക്ലാസ്സിൽ 100 തൊട്ട് 1000 വരെ, 3-ാം ക്ലാസ്സിൽ 10000 വരെ, അങ്ങനെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ ആ സംഖ്യാബോധനം അവിടെ കൊടുക്കുന്നുണ്ട്. സോ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം അതിൻ്റെ ഉത്തരമാണ്. സോ എല്ലാം അതിൻ്റെ ഉത്തരം കേട്ടോ. ഓൾ ദി എബോവ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 1/7 × 60 × 70 = 90 ഇൻറ്റു വിച്ച് നമ്പർ ഇൻറ്റു 20 ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന് എന്ത് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കാം. എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലുള്ള ഉത്തരങ്ങളെ എഴുതി അതിൻ്റെ അകത്ത് കയറ്റുക, ഓപ്ഷനിലുള്ള വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവന്മാരെ മാറ്റിക്കളയുക. ചെയ്യേണ്ട മാർഗ്ഗം എന്താണ്? ഒരു സൈഡ് ചെയ്ത് നോക്കണം. ഇവിടെ നോക്കി, നമുക്ക് ഇതിനെ LHS എന്ന് വിളിക്കാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും അല്ലേ, LHSഉം RHS. LHS നമുക്കൊന്ന് എടുത്ത് ചെയ്ത് നോക്കാം. 1/7 × 60 × 70 നോക്കിയേ, മുകളിൽ 70 താഴെ 7 വെട്ടിക്കളയാം. 7ൽ 70 10 തവണ. സോ 60 × 10 എത്രയാണ്? 600 ആണ് കിട്ടേണ്ടത്. ഇക്വേഷൻ അപ്പുറം ഇപ്പുറം കിട്ടേണ്ട നമ്പർ എത്രയാണ്? 600 ആണ് കിട്ടേണ്ടത്. അപ്പം ഇപ്പുറത്തെ സൈഡിലും എത്ര കിട്ടണം? 600 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 600 കിട്ടാനായിട്ട് താഴെയുള്ള ഓപ്ഷനിലുള്ള എല്ലാ ചേട്ടന്മാരെയും ഇട്ട് നോക്കുക, ഏതെങ്കിലും ഒരുത്തിന് 600 കൊടുക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഓരോന്നോരോന്ന് നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 5/7 അല്ലേ, 5/7 ആണ്. ഓക്കെ, നോക്കിയേ, 90 × 5/7 × 20 ചെയ്യണം. എന്താ എളുപ്പമാർഗം? വെട്ടിപ്പോകാൻ വല്ലവരും ഉണ്ടോ ഇവിടെ? വെട്ടിപ്പോകാൻ ആരും തന്നെ ഇല്ല, ശരിയല്ലേ? സോ നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമുക്ക് ചടങ്ങാണ്. സോ വെട്ടിപ്പോകുന്ന ആൾക്കാരെ ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം കേട്ടോ. എളുപ്പമാർഗ്ഗം പറഞ്ഞു തരുന്ന, വെട്ടിപ്പോകുന്നതിന് ഒബ്വിയസ്ലി ഇപ്പുറത്തെ പാട്ടിലുണ്ട് അപ്പുറത്തെ പാട്ടിലും കാണണം കേട്ടോ. സോ ഇവനെ വെട്ടിക്കളഞ്ഞ് നമ്മൾ ചെയ്യാന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ രണ്ടാമത്തേലേക്ക് പോകുന്നു. നോക്കി, 90 × 1/3 അല്ലെങ്കിൽ 1/3 × 20 വെട്ടിക്കളയാനുണ്ട് കണ്ടോ. 3ൻ്റെ അകത്ത് 90 എത്ര തവണ നമുക്കറിയാം? 3 × 9. സോ 3ഉം 0ഉം 30 × 1 × 20. 3 2 6. 6 എഴുതിയിട്ട് തന്നെ കൊടുക്കണം, 2 0 കൊടുക്കണം കണ്ടോ. ഉത്തരം കിട്ടിയത്. അപ്പം ഏതാണ് ഉത്തരം? 1/3 ആണ് ഉത്തരം വരേണ്ടത്. ഇനി ഓപ്ഷൻ 3 ഇട്ട് നോക്കിയേ, 90 × 3/4 × 20 വെട്ടിക്കളയാം. 20ഉം 4ഉം തമ്മിൽ വെട്ടിയാൽ 4 20. ഉത്തരം മേളിൽ പോകണ്ട, 9×5 45. 450 × 3 വരും കണ്ടോ, വലിയ വാല്യൂ വരും, 600ന് മണ്ടയ്ക്ക് പോവും. സോ ഇതല്ല. അടുത്തത് 1/4 നോക്കി, നമുക്ക് ഉത്തരം എത്ര കിട്ടും? 450 കിട്ടും അല്ലേ. 90 × 1/4 × 20 കിട്ടുമ്പോൾ 20ൽ 4 5 തവണ, 95, 9×5 45, 0 450 ആണ് കിട്ടുന്നത്, 600 കിട്ടത്തില്ല. സോ ഓപ്ഷൻ ഏതേ ഉള്ളൂ? 1/3 ആണ് കറക്റ്റ് ആൻസർ കണ്ടോ. ഇതിന് പറയുന്ന മേലാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ആര് കണ്ടുപിടിച്ചതാ? ശ്രമപരാജയ സിദ്ധാന്തം ആരുടെയാ? തോണ്ടേക്കിൻ്റെ കേട്ടോ. ആ രീതി അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് 4 ഓപ്ഷനല്ലേ ഉള്ളൂ, പടക്കം പൊട്ടുന്നവരിൽ ഇട്ട് നോക്കുക, ഏതെങ്കിലും ഒരിടത്ത് തടയും, അവന്മാരെ ഓപ്ഷനിലേക്ക് തട്ടുക, എഴുതി പോവുക. എക്സെക്യൂട്ട് വേണേൽ കണ്ടുപിടിക്കാം, സമയം പോവും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഓപ്ഷനിലുള്ള ആൾക്കാരെ ഇറക്കി ഇട്ട് കൊടുക്കുക, ഒരു സൈഡ് കണ്ടുപിടിക്കുക, അതിനോ സൈഡോട് ഇക്വേറ്റ് സൈഡോട്ട് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. അതാണ് ചോദ്യം. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് ഓർത്തിരിക്കുക, ട്രയൽ ആൻഡ് മെത്തേഡ് ആ കാര്യം പഠിക്കുക. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, 2 ലൈറ്റ് ഹൗസുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ യഥാസമയം ഓരോ 30 മിനിറ്റിലും ഓരോ 40 മിനിറ്റിലും പ്രകാശിക്കുന്നു. കൃത്യം 8 മണിക്ക് അവ രണ്ടും ഒരുമിച്ച് പ്രകാശിച്ചുവെങ്കിൽ അവ രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്ന അടുത്ത സമയം ഏതാണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിനെന്ത് മെത്തേഡ് യൂസ് ചെയ്യണം? LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കണം. എങ്ങനെയാണ് LCM എടുക്കുന്നത് അറിയാവോ? അറിയത്തില്ലെങ്കിൽ കാണിച്ചു തരാം, നേരത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചാണ്. അതായത് 30ൻ്റെ LCMഉം 40ൻ്റെ LCM എടുക്കുക. 30ൻ്റെ LCM എങ്ങനെ എടുക്കും? 30ൻ്റെ നമ്മൾ ഹരിക്കണം. എങ്ങനെ ഹരിക്കണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 30ൻ്റെ അകത്ത് പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 2, 3, 5, 7, 11 എന്നില്ല ആൾക്കാരെ നമ്മൾ എടുക്കുക. നമുക്ക് 2 എടുക്കാം. 30നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. 15നെ 5 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് 5 കിട്ടും. ഒരു പ്രൈം നമ്പർ വന്ന് ഇതിനെ നിർത്താം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 30ൻ്റെ കേസിൽ എന്താണ്? 2 × 5 × 5 30ൻ്റെ കേസ് നമുക്ക് കിട്ടി. ഇനിയും അടുത്ത 2 × 3 × 5 ആയിരിക്കും.
5 15 ശരി കേട്ടോ, 3 അവിടെ വരേണ്ടത്. ഓക്കെ, 5 അല്ലേ 15, താഴെ 3 അല്ലേ വരേണ്ടത്, മൈ മിസ്റ്റേക്ക്. ഇവിടെ 3 വരണം കേട്ടോ. ഇവിടെ 5 എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 അല്ലേ ഉള്ളൂ, 3 തവണയല്ലേ 5 അല്ലേ 15. ഓക്കെ, സോ 2 ഗുണം 5 ഗുണം 3. ഇനി ആരെ എടുക്കണം? 40ൻ്റെ LCM എടുക്കണം. ഇതേ കേസ് തന്നെ, 40ൻ്റെ LCM എടുക്കുമ്പോൾ 2 എടുത്താൽ 10 കിട്ടും, 2 എടുത്താൽ 5 കിട്ടും, വേറൊന്നും എടുക്കാനില്ല, ഇവിടെ കൊണ്ട് നിർത്തണം. ഓക്കെ, സോ എന്താണ് ഇവിടെ ഉള്ള മാർഗം? 2 എടുത്താൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എളുപ്പമാക്കി തരാൻ പറ്റും, കട്ടാക്കി ചെയ്ത് കേട്ടോ. 40 ചെയ്യുവാണെങ്കിൽ സ്റ്റെപ്പ് മൊത്തം എഴുതരാം. ഓക്കെ, 40 ചെയ്യുവാണെങ്കിൽ 2 എടുക്കുവാണെങ്കിൽ 40ൻ്റെ പകുതി 20, 2 എടുക്കുവാണെങ്കിൽ 20ൻ്റെ പകുതി 10, 2 എടുക്കുവാണെങ്കിൽ 10ൻ്റെ പകുതി 5. സോ നമുക്ക് 40നെ എങ്ങനെ എഴുതാം? 2 ഗുണം, ഇവിടെ ഉള്ള ചേട്ടന്മാരെല്ലാം എഴുതണം കേട്ടോ, 2 ഗുണം 2 ഗുണം 2 ഗുണം 5. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 30ൻ്റെ അകത്തും 40ൻ്റെ അകത്തുള്ള കോമൺ ഉള്ള ആൾക്കാരെല്ലാം ഒരുമിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ കണ്ടോ, 30ൽ ഒരു 2, 40ൽ ഒരു 2, അവന്മാരെ തമ്മിൽ ഒരുമിപ്പിച്ച് ഒരു 2 ആക്കി. 30ൽ ഒരു 5, 40ൽ ഒരു 5, ഇവന്മാരെ തമ്മിൽ ഒരുമിച്ച് ഒരു 5 ആക്കി. ബാക്കിയുള്ളവന്മാരെ എല്ലാം ഗുണിക്കണം. നോക്കിയേ, ഇപ്പം നമ്മൾ ഒരുമിപ്പിച്ച 2 2നെ ഒരുമിച്ച് ഒരു 2, 2 5നെ ഒരുമിച്ച് ഒരു 5, ബാക്കിയുള്ള ആരൊക്കെയാണ്? ഒരു 3 ഉണ്ട്, ഒരു 2 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്. ഇവന്മാരെ എല്ലാം ഗുണിക്കണം. ഗുണിച്ച് നോക്കിയേ, I 2 10, പൈറ്റ് 3 30, 30 3 60, 60 3 120. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നിരിക്കുന്ന സമയം 8 മണിയാണ്. 8 മണിയുടെ കൂടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 120 കൂടി കൂട്ടണം. അപ്പോൾ 8 മണിയുടെ 120 കൂട്ടിയാൽ എത്രയാണ്? 120 എന്ന് പറഞ്ഞാൽ 120 മിനിറ്റാണ്. അപ്പം 8 മണിയുടെ 60 മിനിറ്റോട് കൂട്ടുമ്പോൾ 9 മണി, വീണ്ടും 60 മിനിറ്റോട് കൂട്ടുമ്പം 10 മണി. അപ്പോൾ എത്ര മണിക്കായിരിക്കും പ്രകാശിക്കാൻ പോകുന്നത്? 10 മണിക്കായിരിക്കും ഇവന്മാർ വീണ്ടും പ്രകാശിക്കുന്നത് കേട്ടോ. ഈ രീതിയിലൂടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ LCM മെത്തേഡ് നിങ്ങൾ നോക്കണം. LCM മെത്തേഡിൽ വേണം ഇവന്മാരെ സോൾവ് ചെയ്തെടുക്കാൻ കേട്ടോ. ആ കാര്യം നോക്കണം കേട്ടോ. ഇതറിയത്തില്ലെങ്കിൽ, ഇത് പാടാണ് എന്നുണ്ടെങ്കിൽ, ഇത്ര സമയം പോകുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക, ഒരു ഓപ്ഷൻ കറപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവസാനത്തേക്ക് വെക്കുക, ചെയ്യാൻ സമയം കിട്ടുമെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാതെ ഇത് കിട്ടിയേ അടങ്ങൂ എന്ന് പറഞ്ഞുള്ള വാശിയിൽ ഒരിക്കലും കുത്തിപ്പിടിച്ചിരിക്കരുത്, നമുക്ക് ഉത്തരം കിട്ടത്തില്ല കേട്ടോ. സോ ആ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജനുവരി 5 തിങ്കളാഴ്ചയായാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകളുണ്ടാവും? നമുക്കറിയാം, ഒരു തിങ്കളാഴ്ചയിൽ നിന്ന് അടുത്ത തിങ്കളാഴ്ചയിലേക്ക് പോകാൻ എത്ര ദിവസം കൂട്ടണം? 7 ദിവസം കൂട്ടണം, ശരിയല്ലേ? അപ്പം 5 എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 + 7 എത്ര കിട്ടും? 12 കിട്ടും, ശരിയല്ലേ? ജനുവരിയാണ് പറഞ്ഞത്, ജനുവരി 31 ദിവസം ഉണ്ടെന്നുള്ള ബോധം വേണം. അതിൻ്റെ കൂട്ടത്തിൽ 7 കൂട്ടണം, 12 7 കിട്ടും 19 കിട്ടും, 7 കൂട്ടണം എത്ര കിട്ടും? 26 കിട്ടും. ഇനി ഒരു 7 കൂട്ടാൻ പറ്റുമോ? ഇനി ഒരു 7 തികയുമോ എൻ്റെ അകത്ത്? പിന്നെ 7 കൂട്ടി എത്രയായിപ്പോവും? 33 ആയിപ്പോവും. ജനുവരി 31 അല്ലേ ഉള്ളൂ, അപ്പോൾ എത്ര ശനിയാഴ്ച കിട്ടത്തുള്ളൂ? 4 ശനിയാഴ്ച. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ കലണ്ടർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 3ാം ക്ലാസ് തൊട്ട് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ജനുവരി ആണ് പറഞ്ഞിരിക്കുന്നത്. ജനുവരി ആണെങ്കിൽ ജനുവരി 5 ശനിയാഴ്ചയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 5 കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ശനിയാഴ്ചകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എടുക്കും. ഇവിടെ ഒരു 5 ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ശനിയാഴ്ച 7 കൂട്ടിയാൽ മതി 12, അതിൻ്റെ അടുത്ത ശനിയാഴ്ച 7 കൂട്ടണം 19, വീണ്ടും 7 കൂട്ടണം 26. അടുത്ത 7ലേക്ക് പോകത്തില്ല, കാരണം എന്തായി പോവും? 29 30 31 32 33 ആയിപ്പോവും ഡേറ്റ് വരുമ്പോൾ. പക്ഷേ നമ്മുടെ ജനുവരി മാസത്തിൽ 33 ദിവസം ഉണ്ടോ? ഇല്ല, 31 വരെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ശനിയാഴ്ചയെ കിട്ടത്തുള്ളൂ? 4 ശനിയാഴ്ച അവിടെ ഫില്ലാവത്തുള്ളൂ കേട്ടോ. അത് ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നമുക്ക് ഒരാഴ്ചയിൽ നിന്ന് അടുത്ത ആഴ്ചയിലുള്ള ദിവസത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? 7 ദിവസം കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഒരു ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തിലേക്ക് പോകാനോ? ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അന്ന് കലണ്ടറിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഒരു ടേബിൾ ഇങ്ങനെയുണ്ട്, ആ ടേബിൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ആ ടേബിൾ ഓർത്തിരിക്കണം. അതായത് നടുക്കത്തെ ഡേറ്റ് ഇങ്ങനെ ഒരു കുരിശ് പോലെ വരച്ചാൽ മതി. ഇങ്ങനെ ഒരു കുരിശ് പോലെ വരച്ചെടുത്താൽ മതി. അതൊരു എളുപ്പമാർഗ്ഗം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു കുരിശ് പോലെ വരച്ചിടുവാണെങ്കിൽ, ഇതൊരു കലണ്ടറിലെ 4 ദിവസമാണെന്ന് വിചാരിക്കുക. നടുക്കത്തെ ഡേറ്റ് X ആണെങ്കിൽ തൊട്ടിപ്പുറത്തെ ഡേറ്റ് കണ്ടുപിടിക്കാൻ എടുക്കണം, Xൻ്റെ കൂട്ടത്തിൽ 1 കൂട്ടണം. തൊട്ട് പുറകിലത്തെ ഡേറ്റ് ആണെങ്കിലോ Xൻ്റെ കൂട്ടത്തിൽ 1 കുറയ്ക്കണം. തൊട്ട് മുകളിലത്തെ ആണെങ്കിലോ Xൽ നിന്നും 7 കുറയ്ക്കണം. തൊട്ട് താഴത്തെ ആണെങ്കിൽ Xൻ്റെ കൂട്ടത്തിൽ 7 കൂട്ടണം. എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ തിയറി വർക്കാവും നോക്കി. ഇപ്പം ഞാൻ നടുക്കത്തെ ഒരു ഡേറ്റ് എടുത്തു, അപ്പോൾ 10 എടുത്തു. നോക്കി, 10ൻ്റെ തൊട്ടിപ്പുറമുള്ള ഡേറ്റ് എന്താണ്? 10ൻ്റെ കൂട്ടത്തിൽ 1 കൂട്ടണം 11. കണ്ടോ? തൊട്ടിപ്പുറത്തെ വലതുവശത്തെ കിട്ടി. ഇടതുവശത്തെ കിട്ടാനോ? 10ൽ നിന്ന് 1 കുറയ്ക്കണം 9. ഉണ്ടോ?
ഇനി തൊട്ട് മുകളിലത്തെ കിട്ടാനോ 10ൽ നിന്ന് 7 കുറയ്ക്കണം 3, തൊട്ട് താഴത്തെ കൂട്ടാനോ 10ൻ്റെ കൂടെ 7 കൂട്ടണം 17. കണ്ടോ? അപ്പോൾ ഒരു കലണ്ടറിൻ്റെ പല ദിവസങ്ങളിലേക്ക് നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ. നടുക്ക് എക്സ് ഇടുക, മുകളിലോട്ടും താഴോട്ടും x-7ഉം x+7ഉം, സൈഡിലേക്കാണെങ്കിൽ x+1ഉം x-1ഉം. ക്ലിയർ ആയോ? ഇതും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കും. ഇതിനുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കും. സോ ഇത് നോക്കണം. ഈ ഒരു രീതിയിലൂടെയും നോക്കിയിട്ട് വേണം പോകാൻ. ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഈ ഒരു കണ്ടോ സൺഡേ 1 അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെയും ഇതിലെ വരുന്ന 4ാമത്തെ സാറ്റർഡേയും തമ്മിൽ കൂട്ടിക്കിട്ടുന്ന ദിവസം എത്ര, അല്ലെങ്കിൽ കൂട്ടിക്കിട്ടുന്ന തുക എത്ര? 29 വരേണ്ടത്. അങ്ങനെയും ചോദിക്കും. അപ്പോൾ ഏത് മെത്തേഡ് നടക്കത്തുള്ളൂ? ഈ മെത്തേഡ് വൈസ് നമുക്ക് 28ാമത്തെ ദിവസം എന്താണ് സാറ്റർഡേ ആണ്, അതിൽ 28 വരുന്നതെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. അപ്പോൾ ഈ മെത്തേഡ് മാത്രമേ വർക്കാകത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കത്തെ ദിവസങ്ങളൊക്കെ തരും, ബാക്കി നമ്മൾ ഫില്ല് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. ഈ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ മെത്തേഡ് ഓർത്തിരിക്കുക. നടുക്കത്തെ നമ്പറിൽ നിന്ന് മുകളിലത്തെയും താഴത്തെയും ഇടതുവശത്തെയും വലതുവശത്തെയും നമ്പർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് +1 ഇടത്തോട്ടും വലത്തോട്ടും, +1ഉം -1ഉം ഇടത്തോട്ടും വലത്തോട്ടും, മുകളിലോട്ടും താഴോട്ടും എന്താണ് +7ഉം -7ഉം. കേട്ടോ? അത് ഓർത്തിരിക്കണം, മറന്നുപോകല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ആ LCM എടുക്കാതെ ചെയ്യാം. അങ്ങനെ എഴുതാം. 8, 9, 9, 10 അങ്ങനെ കിട്ടും കേട്ടോ. 10 അങ്ങനെ കിട്ടും, അങ്ങനെയും കിട്ടും. ഇതല്ലേ ഉദ്ദേശിച്ചത്? മെത്തേഡ് ഉണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഒന്നാമത്തെ കാര്യം ടെൻഷനിലായിരിക്കും ഇരിക്കുന്നത്. ഈ മെത്തേഡെല്ലാം ഓർക്കണമെന്നില്ല. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി കിളി പോയിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ 1 മിനിറ്റാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സമയം. 1 മിനിറ്റിനുള്ളിൽ ഈ മെത്തേഡൊക്കെ നമ്മൾ ഓർക്കണമെന്നില്ല. ഇപ്പം ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ താഴേക്ക് പോകുമ്പോൾ ഒരു വലിയ ഇതല്ലാതെ ഈ LCM അല്ലാതെ ഓക്കെ ശരിയാണ്. അല്ലാതെ നമുക്കിപ്പം പറഞ്ഞ മെത്തേഡ് വെച്ചുകൊണ്ട് 8 മണി എടുത്തു, 8:30 എടുത്തു, 30 മിനിറ്റിൽ 9 എടുത്തു, 9:30 എടുത്തു, 10 എടുത്തു. ഇനിയും പറഞ്ഞോ മറ്റേ എത്രയാണ് പറഞ്ഞത്? 8:40 അല്ലേ പറഞ്ഞത്? സോ 8 കഴിഞ്ഞാൽ 8:40, അടുത്ത 40 മിനിറ്റ് കൂട്ടുമ്പോൾ എത്രയാണ്? 9:20. അടുത്ത വരേണ്ടത് 10 മണി. കണ്ടോ? അടുത്ത 2 മണി അടിക്കുന്നത് 10 മണിയാണ്. പക്ഷേ ഇതിലും താഴേക്ക് കുറച്ച് നീളമുള്ള ഇതാണെങ്കിൽ നമ്മളിത് എത്ര നേരം എഴുതും? മനസ്സിലായോ? മെത്തേഡ് ശരിയാണ്, കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഒരു വലിയ 3 മണി 5 മണി വരെയൊക്കെ പോകുന്ന കേസാണെങ്കിൽ നമ്മൾ എഴുതി പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു നമ്പർ മിസ്സായിപ്പോയാൽ എന്നാ സംഭവിക്കും? ഇപ്പോൾ 9:10 പകരം നമ്മളിപ്പോൾ 9:20 പകരം ഞാനിപ്പോൾ 9:10 എഴുതിയെന്ന് വിചാരിക്കുക. അടുത്ത വരേണ്ട സമയം എത്രയായിരിക്കും? ഇതിനകത്ത് 10:30യും 11ഉം വരും, ശരിയല്ലേ? 9:10 വന്ന് വിചാരിക്കുക. അടുത്ത സമയം എത്രയായിരിക്കും? 10 കൂട്ടിയാൽ വരുന്നത് 9:50 ആയിരിക്കും അല്ലേ? 40 കൂട്ടിയാൽ. അടുത്തതോ 10:20 വരും, 10:20 വരും. അടുത്ത എത്രയായിരിക്കും? 11 വരും. കണ്ടോ? ഇവിടെ കണ്ടോ? ഇത് നമ്മൾ വീണ്ടും 11 എന്ന് പറഞ്ഞ ഉത്തരത്തിലേക്ക്, ഓപ്ഷൻ്റെ അകത്ത് ഒബ്വിയസ്ലി 11 കാണും. കണ്ടോ? 11 ഉണ്ട്, 12 ഉണ്ട്, 1 ഉണ്ട്. അങ്ങനെ തെറ്റിപ്പോയാൽ പല ഉത്തരങ്ങളും അവർ ഇടുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. കണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മുടെ ഉത്തരം നമുക്ക് തെറ്റും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യാം കേട്ടോ. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് യു ക്യാൻ. പക്ഷേ ഞാൻ പറയുന്നത് മെത്തേഡ് അറിഞ്ഞിരിക്കാമെങ്കിൽ ആ മെത്തേഡ് കൂടി പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കാൻ സമയം ഒന്നാമത്തെ കാര്യം വളരെ കുറവാണ്. 2 നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും. നമ്മളിപ്പം കൂളായിട്ട് നമുക്ക് പരീക്ഷയൊന്നും ഇല്ലാതെ നമ്മൾ കൂളായിട്ടിരുന്ന ഉത്തരങ്ങൾ സ്കൂളുകൾ കണ്ടുപിടിക്കും. പക്ഷേ അവിടെ വരുമ്പോൾ പല 5 സബ്ജക്റ്റ് ഒരുമിച്ച് സോൾവ് ചെയ്യണം. അതിന് നമ്മൾ 5 ആഴ്ചയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലായിട്ട്. ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉത്തരങ്ങൾ കൺഫ്യൂസിങ് ആവുന്നു, ഇങ്ങനെയൊക്കെ എൻ്റെ അടുക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ എന്ന് കുഴപ്പം? ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് 2.5 മണിക്കൂർ നമ്മളിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പടെ നമ്മുടെ തലയുടെ കിളി പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇതുകൂടി ട്രൈ ചെയ്യാനിരുന്നാൽ നമ്മുടെ ഒരു ഇത് പോകും കേട്ടോ. പക്ഷേ കോൺഫിഡൻ്റ് ആണ് ഇരിക്കാം കേട്ടോ. നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, എന്ന് പറഞ്ഞ് കിട്ടിയേ അടങ്ങും എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് വരരുത് കയറ്റിട്ട് പരീക്ഷ കേട്ടോ. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവുക. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വേണ്ടി ഇരിക്കും, ബാക്കി 149 ക്വസ്റ്റ്യൻ നിങ്ങളോട് ഉപേക്ഷിച്ചിട്ടായിരിക്കുന്നത്. ബാക്കിയുള്ള മാർക്ക് മൊത്തം അവിടെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും കടുപ്പിടുത്തം പിടിക്കരുത്. നമുക്ക് ജസ്റ്റ് കറപ്പിച്ചാൽ മതി. അപ്പം അറിയാവുന്ന ചോദ്യങ്ങൾ പടപടയും ചെയ്യുക, അറിയാത്തവന്മാരെ അവസാനത്തേക്ക് ചെയ്യാനായിട്ട് ഇടുക കേട്ടോ. പ്രത്യേകിച്ച് ഗണിതം പോലുള്ള സബ്ജക്റ്റുകൾ ആദ്യം കയറി ചെയ്യാനും പോയില്ല. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം കയറി മാത്സ് ചെയ്തു. പക്ഷേ എൻ്റെ 1 മണിക്കൂറോളം മാത്സിനകത്ത് പോയി. എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാവും. എനിക്കറിയത്തില്ല, എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചു. എനിക്ക് 29 മാർക്കും കിട്ടി. ഒരെണ്ണം മാത്രമേ തെറ്റിയുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ബാക്കി സബ്ജക്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. പാരഗ്രാഫൊക്കെ വായിച്ച് എഴുതുമായിരുന്നു. ഉറക്കെ വായിച്ചിട്ട് പോലും ഒന്നും മനസ്സിലായില്ല.
അപ്പം പാസ്സായി, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കിട്ടേണ്ട മാർക്ക് നമ്മളവിടെ കളഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത്. ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോകണം കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് ആ ചെയ്ത മണ്ടത്തരമാണ്. അത്രയും മാർക്ക് നമ്മൾ വേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകെ ഇരിക്കരുത്. പിന്നെ തൊട്ട് ഇങ്ങനെയുള്ള ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും മാത്സ് അവസാനം ചെയ്താൽ മതി, ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം കൂളായിട്ട് കേട്ട് മാത്സ് അവസാനത്തേക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഏത് ആണെങ്കിലും കാറ്റഗറി 1 and 2 മാത്സ് നിങ്ങൾ അവസാനം ചെയ്താൽ മതി. അതിൻ്റെ പെഡഗോഗി പാട്ടൊക്കെ തുടക്കം തന്നെ ചെയ്ത് വിട്ടോ. കണക്ക് വരുന്നതൊക്കെ കൺഫ്യൂസിങ് ആകുന്നതൊക്കെ അവിടെ പിടിച്ചിരുത്തും നമ്മളെ കണക്ക്. അതാ കുഴപ്പം. അതാ പല മെത്തേഡ് ആവർത്തിച്ച് നോക്കി ചെയ്ത് നോക്കി നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പറയും. ഒക്കെ ബാക്കിയുള്ളവന്മാരുടെ എല്ലാം സമയം കളഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് ഓർക്കണം കേട്ടോ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് സമയമേ ഉള്ളൂ. മാത്സിനൊക്കെ സമയം പോകുന്ന അറിയത്ത് പോലുമില്ല, ആണ് വരുന്ന കുഴപ്പം. ആ പരീക്ഷകളിൽ ക്ലോക്കും കാണത്തില്ല, ബെല്ലടിക്കത്തേ ഉള്ളൂ. സോ നമ്മൾ ആകെപ്പാടെ ടെൻസ്ഡ് ആകും കേട്ടോ. ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ആദ്യത്തെ 3 സെറ്റ് കഴിയുമ്പോൾ അടുത്ത ഇംഗ്ലീഷ് സെറ്റിന് ഒരു ബെല്ലടിക്കും, അത് കഴിഞ്ഞ് വീണ്ടും അരമണിക്കൂർ ബെല്ലടിക്കും. മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ, വ്യാഴാഴ്ച കൂടി പറഞ്ഞുതരാം. അപ്പം ടെൻഷൻ ആവാതിരിക്കുക, കൂളായിട്ട് മൊത്തം എഴുതി തീർക്കുക. 150 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ചെയ്യാം കേട്ടോ, ചെയ്യുന്നതിന് കുഴപ്പമില്ല. 10 മണി തന്നെ കിട്ടും, നോ ഇഷ്യൂസ് കേട്ടോ. ഞാൻ പറഞ്ഞത് LCM വഴി പോവുകയാണെങ്കിൽ വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 60 മിനിറ്റ് വെച്ച് കൂട്ടി പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം കേട്ടോ. അതാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ മറ്റേ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നതിൽ കേരളീയ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? കേരളീയ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ രാമാനുജൻ കേരളീയനല്ല, ബ്രഹ്മഗുപ്ത കേരളീയനല്ല. പക്ഷേ നീലകണ്ഠ സ്വാമിയാജി ആരാണ്? ആ പേര് തന്നെ ഇല്ലേ കേട്ടോ, ഒരു മലയാളി തനിമയില്ലേ. മലയാളി തനിമയുള്ളതുകൊണ്ട് തന്നെ നീലകണ്ഠ സ്വാമിയാജിയാണ് നമ്മുടെ കേരളീയൻ കേട്ടോ. പൈതഗോറസും കേരളീയനല്ല. അത് ഓർത്തിരിക്കേണ്ട. ശ്രീനിവാസ രാമാനുജൻ്റെ ഒരു നമ്പറുണ്ട്, എത്രയെന്നറിയോ? രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത്. അതും ചോദിക്കുന്നത് എപ്പോഴും. രാമാനുജൻ സംഖ്യ ഓക്കെ 1729 ആണ് രാമാനുജൻ സംഖ്യ കേട്ടോ. ഇനി ബ്രഹ്മഗുപ്തനാണ് ബ്രഹ്മഗുപ്ത സിദ്ധാന്തം കേട്ടോ, ബ്രഹ്മഗുപ്ത സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പൈതഗോറസ് ആണെങ്കിൽ പൈതഗോറസ് തിയറം അറിയാലോ. എന്താണ് പൈതഗോറസ് തിയറം? എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ത്രികോണത്തിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ നീളം, ബേസ് എന്ന് പറഞ്ഞാൽ ഈ നീളം, ഓറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉന്നതി. ഇത് മൂന്നും തമ്മിലുള്ള ഇക്വേഷനാണ് അദ്ദേഹം കണക്ട് ചെയ്ത് വന്നത്. ബേസ് സ്ക്വയറിനെ ഓറ്റിറ്റ്യൂഡ് സ്ക്വയർ കൊണ്ട് കൂട്ടിയാൽ എന്ത് കിട്ടണം? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ കിട്ടുമെന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. ഇവിടെ നോക്കിയാൽ 3ൻ്റെ ഇവിടെ 3 ഇവിടെ 4. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? 3ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്ര കിട്ടണം? 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, കിട്ടേണ്ട വാല്യൂ 25ൻ്റെ സ്ക്വയർ. 25 6 സ്ക്വയറാണ് 5ൻ്റെ. സോ ഇവിടെ വരേണ്ട വാല്യൂ എത്രയാണ്? 5 കണ്ടോ. ഇങ്ങനെയുള്ളൊരു മെത്തേഡാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? ഓക്കെ, ചോദിച്ച ചോദ്യം എന്താണ്? തുടർച്ചയായിട്ടുള്ള 7 ഇരട്ട സംഖ്യകളുണ്ട് നമുക്ക്. ആ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ അതിൽ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ബൈ എണ്ണമാണ് ശരാശരി അല്ലേ. അപ്പോൾ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ടുള്ള 7 ഇരട്ട സംഖ്യകളാണ്. സോ ഇരട്ട സംഖ്യകളെ നമ്മൾ എങ്ങനെ എഴുതും? ഇരട്ട സംഖ്യകളെ തുകയായിട്ടും അല്ലെങ്കിൽ ഏത് സംഖ്യയെന്ന് നമുക്കറിയത്തില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്താണ് എളുപ്പമാർഗം? നമ്മൾ ഒരു വാല്യൂവിന് എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ വാല്യൂവിന് എക്സ് എന്ന് കൊടുക്കുക. എക്സ് പ്ലസ് അടുത്ത ഇരട്ട സംഖ്യ ഏതായിരിക്കും? പറഞ്ഞേ, അടുത്ത ഇരട്ട സംഖ്യ ആരായിരിക്കും? എക്സ് ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ ഏതായിരിക്കും? അല്ല, എക്സ് പ്ലസ് 2 ആയിരിക്കും. കാരണം എന്താ? 2 ആണ് എക്സ് എന്ന് വിചാരിക്കുക. അടുത്ത ഇരട്ട സംഖ്യ ആരാ വരേണ്ടത്? അടുത്തടുത്ത ഇരട്ട സംഖ്യകളുണ്ടോ? തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യ വേണ്ടുള്ളൂ. അടുത്ത ഇരട്ട സംഖ്യ പിടിക്കണം, 2ൻ്റെ കൂടെ 2 കൂട്ടണം, അപ്പോഴല്ലേ 4 കിട്ടുന്നേ. അപ്പോൾ അടുത്ത ഇരട്ട സംഖ്യയോ എക്സ് പ്ലസ് 4 ആയിരിക്കും. നോക്കിയേ, 2ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 6 കിട്ടും. അടുത്ത ഇരട്ട സംഖ്യ എത്രയാണ്? എക്സ് പ്ലസ് 6. അങ്ങനെ എത്ര എണ്ണം കൂട്ടണം? 7 എണ്ണം കൂട്ടണം. അപ്പോൾ നോക്കിയേ, 1 2 3 4 5 6 7 അല്ലേ, 12 ബൈ എത്ര നമ്പറാണ് ഉള്ളത്? തുക ബൈ എണ്ണം നമുക്ക് കിട്ടി. എത്രയാണ് കിട്ടേണ്ടത്? 36 കിട്ടേണ്ടത്. എളുപ്പം കണ്ടുപിടിക്കുക. ഇനി നോക്കിയേ, എത്ര എക്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 7 എക്സ് പ്ലസ് ഇതിൻ്റെ മൊത്തം തുക നോക്കിയേ, 10 10 20 22 8 30 6 36 4 40 2 42 42 ബൈ 7 ഈസ് ഈക്വൽ ടു 36. എന്ത് ചെയ്യണം? 36നെ ഈക്വൽ സൈൻ അപ്പുറം വിടണം. സോ 7x പ്ലസ് 42 ഈസ് ഈക്വൽ ടു 36 ഗുണം 7.
7x പ്ലസ് 42 എന്ന് പറയുന്നത് 36നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 36 ഗുണം 7 എന്ന് പറയുന്നത് 6 42 ഇഷ്ടം 4 3 71 21 25 ഓക്കെ 252. സോ 7x വില എന്ന് പറയുന്നത് 252 നിന്നും ഇത് പ്ലസ് ആണ്, പ്ലസ് ഈക്വൽസിന് അപ്പുറം പാരായിട്ട് മാറും, മൈനസ് ആവും, 42 കുറയ്ക്കണം. 7x വില എന്ന് പറയുന്നത് 252 42 കുറച്ചാൽ 210. സോ എക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് 210/7 നമുക്ക് കിട്ടും 7 3 21 30 ആദ്യത്തെ സംഖ്യ. കണ്ടോ, ഇങ്ങനെ കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഒറ്റ സംഖ്യയാണെങ്കിലും എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4 എക്സ് പ്ലസ് 6 ആയിട്ടുണ്ട്. ഇനിയും തുടർച്ചയായിട്ടുള്ള നമ്പർ ആണെങ്കിൽ എന്ത് കൊടുക്കേണ്ട വന്നേനെ? തുടർച്ചയായിട്ടുള്ള നമ്പർ ആണെങ്കിൽ ഇവിടെ എക്സിന് പകരം എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട വന്നു. ഇത് തുടർച്ചയായിട്ടുള്ള ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയതുകൊണ്ടാണ് നമ്മൾ ഇരട്ട നമ്പറുകളെല്ലാം 2 വെച്ച് കൂട്ടിയുള്ള നമ്പർ ഇടേണ്ട വന്നത്. ഒറ്റ സംഖ്യ ആണെങ്കിലും ഇതേപടി ചെയ്യണം. എന്ത്? 2 വെച്ചുള്ള നമ്പർ കൂട്ടിയിടണം. നമ്മുടെ തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രമേ എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞ് ഇടാവുള്ളൂ കേട്ടോ. തുടർച്ചയായിട്ടുള്ള 7 8 സംഖ്യ ശരാശരി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? തുക ബൈ എണ്ണം. സോ തുക ബൈ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 36. നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. 30 ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയല്ലേ? ഇനിയും ഇതിനൊരു എളുപ്പമാർഗം കൂടിയുണ്ട്. എന്താണെന്നറിയാവോ? എളുപ്പമാർഗം ശരിയാണ്. 7 സംഖ്യയിൽ നടുക്ക് വരുന്ന സംഖ്യ 36 എന്ന് വിചാരിക്കുക. അതായത് 36 ആയിരിക്കും നടുക്ക് വരുന്ന സംഖ്യ. അതായത് 7 സംഖ്യയിൽ ഒരു ഓഡ് നമ്പർ അല്ലേ? സോ നടുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 3 3 ആയിരിക്കും വരുന്നത്. സോ ഇവിടെ നോക്കിയേ 7 ഇരട്ട സംഖ്യയല്ലേ ഉള്ളൂ. സോ നടുക്ക് വരുന്ന സംഖ്യ 36 നമ്മൾ എഴുതി. ഇനി മുന്നോട്ടും പുറകോട്ടും 7 സംഖ്യകളാക്കണം. ഇവിടെ വരണം 38 40, പുറകോട്ട് എഴുതിക്കേ 34 32. എത്ര സംഖ്യകളായി? 1 2 3 4 5 രണ്ടെണ്ണം കൂടി വേണം, 42 പുറകിൽ ചേർക്കണം 30. സോ ആദ്യം വരുന്ന സംഖ്യ ഏതാ? 30. ഇതും മെത്തേഡാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യകളുടെയും, അതായത് ഈ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും കേട്ടോ. അതൊരു തിയറമാണ്, ഇതൊരു എളുപ്പ മെത്തേഡാണ് കേട്ടോ. ഏതൊരു സംഖ്യകളുടെയും ശരാശരി അല്ലെങ്കിൽ ഏതൊരു ഒറ്റ സംഖ്യകളുടെയും ശരാശരി വരുന്നത് അതിൻ്റെ നടുക്കുള്ള സംഖ്യ ആയിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിയാൽ 1 3 5 ഇതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പെട്ടെന്ന് പറഞ്ഞു, എത്രയായിരിക്കും ശരാശരി? 3 ആയിരിക്കും. കണ്ടോ, നടുക്കത്തെ നമ്പർ 3 അല്ലേ? അല്ലെ 5 3 8 1 9 9/3 എത്രയാ? 3 അല്ലേ? കണ്ടോ. അപ്പം ഏതൊരു ഇങ്ങനെ നടുക്ക് ഒറ്റ സംഖ്യകൾ വരുന്നതാണെങ്കിൽ ആ ഒറ്റ സംഖ്യകൾക്കകത്തുള്ള നടുക്കത്തെ നമ്പർ ആയിരിക്കും അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ശരാശരി എന്ന് പറയണേ 21, 23, 27, 29, 31. ഇതിൻ്റെ ശരാശരി എത്രയാ? 5 നമ്പറുണ്ട്. ശരാശരി എത്രയാ ശരാശരി? 27. കണ്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 ഇരട്ട സംഖ്യ ആണെങ്കിൽ 36 നടുക്ക് എഴുതി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഫില്ല് ചെയ്യുക, 7 നമ്പർ ആക്കുക, ആദ്യത്തെ നമ്പർ എടുക്കുക, 30 എടുക്കുക. സെറ്റ് കഴിഞ്ഞോ. ഇനി അവസാനത്തെ സംഖ്യ ആണെങ്കിലോ 42, അത് ഓപ്ഷൻ്റെ അകത്ത് കൊടുക്കും. കണ്ടോ 36. ഈ തിയറി അറിയാവുന്നവൻ ചിലപ്പോൾ വിചാരിക്കും നടുക്കത്തെ സംഖ്യ തന്നെ ശരാശരി എന്ന് പറഞ്ഞാൽ അവന് 36 ഉത്തരം കിട്ടും, മൊത്തം പെട്ട്. കണ്ടോ, എല്ലാ ചോദ്യത്തിലുള്ള നമ്മളെ തെറ്റി നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം ഇതിനകത്ത് കാണും. അതാണ് കയറ്റത്തിൻ്റെ ഗുണം. ഓക്കെ, അടുത്ത ദിവസത്തേക്ക് ഇത് നോക്കണം, വാൻഹേലിയുടെ കാര്യം നോക്കണം. പല ആവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ജാമിതീയ പഠനത്തിനായി വാൻഹേലി നിർദ്ദേശിച്ച 5 ഘട്ടത്തിൽ പെടാത്തത് ഏത്? ഓക്കെ, വാൻഹേലി എന്ന് പറഞ്ഞ വ്യക്തി ജാമിതീയ പഠനം എന്ന് പറഞ്ഞാൽ ജിയോജിബ്രയായിട്ട് ബന്ധപ്പെട്ട് 5 കാര്യങ്ങൾ പറയുകയുണ്ടായി. അതായത് ഇവിടെ പറയുന്നുണ്ടോ, ജാമിതീയ പഠനത്തിന് വിവിധ ചിന്തകളും ധാരാളം രീതികൾ. ഇത് കഴിഞ്ഞ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ചോദിച്ചു പോയി കേട്ടോ. വാൻഹേലി കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങളിലൊന്നാണ് ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ. അടുത്തതാണ് വിശകലനം അല്ലെങ്കിൽ അനാലിസിസ്. അടുത്തതാണ് വേർതിരിച്ചെടുക്കൽ അബ്സ്ട്രാക്ഷൻ. അടുത്തതാണ് ഉദ്ഗ്രഥനം അല്ലെങ്കിൽ സിന്തസിസ്. അടുത്തതാണ് ചിന്തയുടെ കാഠിന്യം അഥവാ റിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ 5 കാര്യത്തിൽ ഉൾപ്പെടാതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ദൃശ്യവൽക്കരണം, ഒരു കാര്യത്തെ കാണുന്നു. രണ്ടാമത്തെ വിശകലനം ചെയ്യുന്നു. 3 അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. 4 ഉദ്ഗ്രഥിക്കുന്നു. 5 ചിന്തയുടെ കാഠിന്യം വഴി നമുക്ക് പുതിയ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഏതാണ് ഇല്ലാത്തത്? സൂത്രവാക്യങ്ങൾ രൂപീകരിക്കലാണോ, ദൃശ്യവൽക്കരണമാണോ, വേർതിരിച്ചെടുക്കലാണോ,
ചിന്തയുടെ കാഠിന്യമാണോ? ഏതാ ഇല്ലാത്തത്? നോക്കി പറഞ്ഞു, ഏതാ ഇല്ലാത്ത? ഏതാ? സൂത്രവാക്യങ്ങൾ രൂപീകരിക്കൽ. അതൊരിക്കലും വാൻകീലി പറഞ്ഞ കാര്യമല്ല കേട്ടോ. ബാക്കി മൂന്നും ഏത്? ദൃശ്യവൽക്കരണം എഴുതിയെടുക്കണം കേട്ടോ, ഒരുപാട് തവണ ചോദിച്ചതാണ്. ദൃശ്യവൽക്കരണം, അതുപോലെ തന്നെ വേർതിരിച്ചെടുക്കൽ, വിശകലനം, ചിന്തയുടെ കാഠിന്യം, ഉദ്ഗ്രഥനം. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നോക്കി വേണം ചെയ്യുവാൻ. ഓക്കെ, നോക്കിയിട്ട് വേണം പോകാൻ. ഇവിടും ചോദിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2 വരകൾ പരസ്പരം മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാവുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റൊരു കോണിൻ്റെ പകുതിയാണ് എങ്കിൽ കോണുകളുടെ അളവുകൾ എത്ര വീതമാണ്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. നോക്കിയേ, നമുക്കറിയാം 2 വരകൾ, ഒരു വര വരച്ചു, 2 വര വരച്ചു. 2 കോണുകൾ തമ്മിൽ മുറിച്ച് കടക്കുമ്പോൾ എത്ര കോണുണ്ടായി? 4 കോണുണ്ടായി. അവർ പറഞ്ഞ പോലെ നമുക്ക് 4 കോൺ കിട്ടി. 1, 2, 3, 4 കോൺ കിട്ടി. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഒരു കോണെന്ന് പറയുന്നത്, ഇപ്പം ഈ കോണ് എക്സ് ആണെങ്കിൽ, ഈ കോൺ എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? മറ്റൊരു കോൺ അതിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് 2 പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, 2-നോട് എക്സ് കൊടുക്കാം, അല്ലെ? കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ വലിയ ആളെ നമ്മൾ x/2 കൊടുത്താൽ. ഓക്കെ, ഇവിടെ നമുക്ക് 1, ഈ 2ൻ്റെ വാല്യൂ നമുക്ക് എക്സ് ആണെങ്കിൽ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x/2 ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള അളവുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കേ, 60 120 ആണെങ്കിൽ ഇവിടെ നമ്മൾ 60 കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ 60 ഇവിടെ 120 കൊടുത്താൽ നമുക്കറിയാലോ ഒരു കോണിൻ്റെ ആകെ അളവ് എത്രയാണ് വരേണ്ടത്? ആകെ അളവ് എത്രയാണ്? ഒരു കോൺ ഇതല്ലേ വരുന്നത്, ഈ കോണിൻ്റെ ആകെ അളവ് എത്രയാണ്? 360. ശരിയല്ലേ? അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി നോക്കിയേ, 120 120 240 60 എത്ര കിട്ടും? 360 നമുക്കവിടെ കിട്ടും. ഓക്കെ, അടുത്ത് നോക്കിയേ, 70 140 140 ആണെങ്കിലോ ഈ ഒരു കേസ് നടക്കുമോ? ഇല്ല. 140 140 എത്രയായിപ്പോയി? 280. 280 140 എത്ര കിട്ടും? 0 8 4 12 1 320 ആയിപ്പോവും. സോറി 420 ആയിപ്പോവും. അത് 360 കൂടുതലാണ്. സോ ഓപ്ഷൻ ബി പറ്റത്തില്ല. സി ആണെങ്കിൽ അതുപോലെ തന്നെ 360 കൂടുതലാവും. ഡി ആണെങ്കിൽ അതുപോലെ തന്നെ അതിൽ കൂടുതലാവും. സോ ആര് മാത്രമേ പറ്റത്തുള്ളൂ? ഓപ്ഷൻ എ മാത്രമേ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, ഇതിൻ്റെ ഇരട്ടി അല്ലേ, 120ൻ്റെ 60ൻ്റെ ഇരട്ടി 120, 120ൻ്റെ പകുതി 60. 4 കോണുകൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ഈ ആംഗിൾ മുഴുവൻ കൂട്ടിയാൽ എത്ര കിട്ടണം? 360 കിട്ടണം. കാരണം ഒരു പ്രൊട്രാക്ടറിൻ്റെ പകുതിയും മറ്റൊരു പ്രൊട്രാക്ടറിൻ്റെ പകുതിയും കൂടി കഴിച്ചാൽ 180 180 അല്ലേ? 180 360 ആണ് മൊത്തം കിട്ടേണ്ടത്. സോ ഇവന്മാരെ 2 തവണ കൂട്ടി 360 കിട്ടുന്ന ഒരേ ഒരാളെ ഉള്ള ആരാണത്? ഓപ്ഷൻ എയിലുള്ള 60 120. ഉണ്ടോ? ബാക്കി എല്ലാം ഇരട്ടിയാണ് കൊടുത്തിരിക്കുന്നത്, ഇരട്ടിയും പകുതിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ തെറ്റിക്കരുത്, ഇതും ഈ പറഞ്ഞ പോലെ ട്രയൽ നോക്കണം, നോക്കിയിട്ട് വേണം ചെയ്യുവാൻ കേട്ടോ. കാര്യം പ്രത്യേകം ഓർക്കണം, അല്ലെങ്കിൽ എക്സിറ്റ് കണ്ടുപിടിക്കാം കാണിക്കുന്നില്ല, കൂടുതൽ സമയം എടുക്കും. ഓപ്ഷൻ്റെ അകത്തുള്ളതുകൊണ്ട് ആ മെത്തേഡ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വശങ്ങളുടെ നീളം 1.5 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഓക്കെ, നമുക്കറിയാം സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലേ, അതിൻ്റെ വശങ്ങളുടെ നീളം എത്രയാണ്? 1.5 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 1.5 മീറ്ററാണ്. അതിൻ്റെ എന്നാ വേണ്ടത്? പരപ്പളവ്, ഏരിയ അല്ലേ? സോ ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്കറിയാം എ ഇൻറ്റു എ. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2ൻ്റെ സ്ക്വയർ എടുക്കണം. 1/2ൻ്റെ സ്ക്വയർ എത്രയാണ്? 1ൻ്റെ സ്ക്വയർ, ഓക്കെ 1ൻ്റെ സ്ക്വയർ ഇങ്ങനെ ചെയ്യാം, നമുക്ക് 1/2 ഇൻറ്റു 1/2 ചെയ്യാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ അതേപടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഓക്കെ, എന്താണ് മാർഗം? നമുക്കൊരു വഴി ചെയ്യാം, 1/2 ഇൻറ്റു 1/2 എത്ര കിട്ടും ഉത്തരം? ഡെസിമൽ അഡീഷനും ഡെസിമൽ സബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷനും നോർമൽ ഫ്രാക്ഷനും ഒക്കെ നമ്മൾ നോക്കിയത് അല്ലേ? നോക്കിയേ, 1 1 2 2 4 2.25 ആയിരിക്കും ഇവിടെ ഉത്തരം വരേണ്ടത്. 2.25 ഉണ്ടോ ഓപ്ഷൻ്റെ അകത്ത്? ഓക്കെ ഉണ്ട്. 2.5 2.25 സ്ക്വയർ മീറ്റർ ആയിരിക്കും ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്, ഇവിടെ നോക്കി ഈ 1ൻ്റെ സ്ക്വയർ നമ്മൾ 2 എഴുതുക, ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ നോർമലാക്കിക്ക്, ഇതേ നോർമലാക്കി 1/2നെ എങ്ങനെ നോർമലാക്കും? ഒന്ന് വട്ടം കറങ്ങി വന്നാൽ മതി. കണ്ടോ, 1 × 2 + 1/2. 1 × 2 എത്രയാണ്? 3/2 ആണ്. 3/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ എടുക്കണം, എത്ര കിട്ടും? 9/4 കിട്ടും. സോ 9/4 നോക്കുക, PR/Q ഫോർമാറ്റിലേക്ക് വരാം, 2 കിട്ടും, 8 1 അല്ലേ? അപ്പം 2 ഉത്തരവായിട്ട് എഴുതി 1/4 എഴുതിയാൽ മതി. ഈ മെത്തേഡ് മനസ്സിലായോ? PR/Q ഫോർമാറ്റ്, അതായത് പി എന്ന് പറഞ്ഞാൽ ഇവൻ,
ആർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ, ക്യൂ എന്ന് പറഞ്ഞാൽ കോഷ്യൻറ്റ്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം കേട്ടോ. പല മെത്തേഡുണ്ട്, ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിനെ 1.5 ഗുണം 1.5 ചെയ്താൽ മതി. എത്ര കിട്ടും? 2.25 ആയിരിക്കും ഉത്തരം കിട്ടുന്നത്. സോ അതിൻ്റെ പരപ്പളം എത്രയായിരിക്കും? 2.25 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും. പല രീതിയിലൂടെ ചെയ്യാം. ഒന്നെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ മിക്സഡിനെ പ്രോപ്പറാക്കി ചെയ്യാം, അല്ലെങ്കിൽ 1.5 ഗുണം 1.5 ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം, ഉത്തരം കിട്ടിയാൽ മതി കേട്ടോ. ഇനിയും ഇതിൻ്റെ ചുറ്റളവാണ് അല്ലെങ്കിൽ പെരിമീറ്റർ ആണ് ചോദിച്ചെങ്കിൽ എന്നെ എടുക്കണം? 1.5നെ 4 തവണ കൂട്ടണം. 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5, 1, 2, 3, 4, അര 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 എത്ര കിട്ടും? 4 2 6 ആയിരിക്കും. 4 1 5 ആയിരിക്കും അവിടെ ഉത്തരം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവും പരപ്പളവും ഒക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓർത്തിരിക്കണം. ഏരിയ ഓഫ് എ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ, എന്താണ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആണെങ്കിൽ 4a, ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ആണെങ്കിലോ, അടുത്ത തവണ ഇപ്പോൾ റെക്റ്റാങ്കിൾ ചോദിക്കാം. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താ ഇക്വേഷൻ? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? ചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും. ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇക്വേഷൻ എന്നാ? 2 ഇൻറ്റു എൽ ഇൻറ്റു ബി അല്ലേ? എൽ ഇൻറ്റു ബി ആണ് ലെന്തിൻ്റെ നീളം ഗുണം വീതിയാണ് ഏരിയ. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി കേട്ടോ. ചുറ്റളവ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇനി ത്രികോണമാണെങ്കിലോ, ത്രികോണമാണെങ്കിൽ ഏരിയ മതി. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ബി എച്ച് ആയിരിക്കും ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. ഇതിന് ഒബ്വിയസ്ലി ചോദിക്കും, കാരണം 5ാം ക്ലാസ്സിലൊക്കെ ഉള്ളതാണ് ഈ ഏരിയയും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു ബേസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇക്വേഷൻസും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 9 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ടീമുകൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങളുണ്ടാവും? നമ്മുടെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. എന്താണ്? 9 രാജ്യങ്ങളാണ് മത്സരിക്കുന്നത്. സോ നമുക്ക് 9 രാജ്യങ്ങളുടെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. 1 തൊട്ട് 9 വരെയുള്ള തുകകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എന്താണ്? n ഇൻറ്റു n-1/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? തുക കണ്ടുപിടിക്കാനായിട്ട്. തുക ഈസ് ഈക്വൽ ടു n ഇൻറ്റു n-1/2. n എത്രയാണ് ഇവിടെ? 9 ആണ്. സോ 9 ഇൻറ്റു 9 മൈനസ് 1/2. 9 ഇൻറ്റു 9 1 പോയാൽ 8/2. വേണേൽ ക്യാൻസൽ ചെയ്ത് മാറ്റാം. 4 9 4 36. ഓക്കെ, 4 9 ശരിയല്ലേ? 36 ഉത്തരമുണ്ട്. ഓക്കെ, 36 കേട്ടോ. 36. എന്തുകൊണ്ടാണ് 45 പറഞ്ഞത്? 4 9 36. 45 അല്ലല്ലോ, 36 ശരിയല്ലേ? 36 കേട്ടോ ഉത്തരം വരേണ്ടത്. എന്താ ഇക്വേഷൻ? 1 തൊട്ട് 9 വരെയുള്ള സംഖ്യകളുടെ തുക വരുന്നത് 36, n ഇൻറ്റു n-1/2 എന്നുള്ള ഇക്വേഷൻ. ഇതുപോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും ചോദിക്കും കേട്ടോ. 10 പേര് ഒരുമിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തവണ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താലുള്ള ഫോർമുല ഇത് തന്നെ കേട്ടോ. n ഇൻറ്റു n-1/2 കേട്ടോ. ഓർത്തിരിക്കാൻ നല്ലതാണ്. ഒരു തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെങ്കിൽ n ഇൻറ്റു n-1/2 ഫോർമുല ഇട്ട് കൊടുത്താൽ മതി. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടോ നമ്പർ വരയ്ക്കുന്ന അതേ മൈനസ് 1/2. അപ്പോൾ നമുക്ക് കിട്ടും 9 ഇൻറ്റു 8/2. തമ്മിൽ വെട്ടിക്കളഞ്ഞാൽ 9 4 36 ഉത്തരം കിട്ടും കേട്ടോ. സോ 36 മാച്ചായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. സോ ഓർത്തിരിക്കുക. എന്താണ് ഇക്വേഷൻ? ഇതുപോലെ തന്നെ കൈ കൊടുക്കുന്നതും അതുപോലെ തന്നെ ചെയർ മാറിയിരിക്കുന്നതും ഒക്കെ ചോദ്യങ്ങളിലുള്ളതാണ്. എന്താ ഇക്വേഷൻ? എന്താണ്? n ഇൻറ്റു n-1/2 കേട്ടോ. അതാണ് ഇക്വേഷൻ. ഇതും ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ചോദ്യമാണ്. റിപ്പീറ്റഡ് കേട്ടോ. ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആണ്. നേരത്തെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കേസാണ്. ഇതിന് മുമ്പ് ഹാൻഡ് ഷെയ്ക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ക്രിക്കറ്റുകളുടെ കാര്യം വന്നത്. ഈ ഫുട്ബോൾ കളിയും ബാസ്കറ്റ് കളിയും ഒക്കെ കയറി വരാം. അപ്പോൾ ഓർത്തിരിക്കുക, n ഇൻറ്റു n-1/2 ആണ് അവിടെ കൊടുക്കേണ്ട ഇക്വേഷൻ. ഒരു തവണയാണെങ്കിൽ ഉള്ള ഇക്വേഷൻ കേട്ടോ. ഇനിയും സമയം 5:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഇതിനുമായിട്ട് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇട്ടിരുന്നു. എന്താണ് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളത്? 30h നിന്നും എന്ത് ചെയ്യണം? 11/2 m കുറച്ചാൽ മതി. ശരിയല്ലേ? ഇതല്ലേ ഇക്വേഷൻ? അതായത് 30h എന്നാൽ 30 ഹവറിനെ എന്ന് 30 ഇൻറ്റു ഹവർ എത്രയാണ് തന്നിരിക്കുന്നത്? 5 മൈനസ് 11/2 മിനിറ്റ് എത്രയാണ് ഉള്ളത്? 15 ചെയ്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? 35 150 മൈനസ് 11 ഇൻറ്റു 15 ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കണം. 11 ഇൻറ്റു 15 ചെയ്തേ. 11 ഇൻറ്റു 15 ചെയ്താൽ 5 5 1 1 5 6 1 165 ഡിവൈഡ് ബൈ 2. 165ൻ്റെ പകുതി എത്രയാണ്? 165ൻ്റെ പകുതി 160ൻ്റെ പകുതി 80, 5ൻ്റെ പകുതി 2.5. അപ്പം 82.5 ശരിയല്ലേ?
അപ്പോൾ 150 നിന്നും എത്ര കുറയ്ക്കണം? 82.5 കുറച്ചാൽ മതി, നമ്മുടെ ഉത്തരവായി. ഓക്കെ, അപ്പോൾ നോക്കിയേ 150 മൈനസ് 150.82 ഇല്ല, ഒരു 0 കൊടുക്കണം, 82.5 അല്ലേ. സോ 0.5 പോകത്തില്ല, കട കൊടുക്കണം, ഇവിടെ കട കൊടുക്കാനില്ല, ഇവിടെ 9, ഇവിടെ 10, 10 5 പോയാൽ 5, 9 പോയാൽ 7, ഇവിടെ കടമെടുക്കത്തണം പോകണം, 14 8 പോയാൽ 6. സോ നമുക്ക് ഉത്തരം കിട്ടി 67. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ഓർത്തിരിക്കുക, എളുപ്പമാർഗ്ഗമാണിത്. എന്താണ്? 30H നിന്നും 11/2 m കുറച്ചാൽ മതി, നമുക്കിതിനിടയിലുള്ള കോണളവ് കിട്ടും. ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓർത്തിരിക്കണം. ഇക്വേഷനൊക്കെ 30H മൈനസ് 11/2 m എന്നുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തു കേട്ടോ, ഓർത്തിരിക്കണം അതൊക്കെ. സോ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹവർ. ഇവിടെ തന്നിരിക്കുന്ന ഹവർ എത്രയാണ്? 5 മണിക്കൂർ. എം എന്ന് പറഞ്ഞാലോ മണിക്കൂർ, മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഏത് കോണളവും നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, നമുക്ക് കോണളവ് ഈസി ആയിട്ട് കിട്ടും. അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കോണളവിൽ നിന്നൊരു ചോദ്യം ചോദിക്കും കേട്ടോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവും 14 സെൻറ്റിമീറ്റർ ചുറ്റളവുമുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ട്രയൽ മെത്തേഡ് തന്നെ നോക്കണം. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 12 സെൻറ്റിമീറ്ററാണ് പരപ്പളവ്, അതുപോലെ തന്നെ 14 സെൻറ്റിമീറ്ററാണ് ചുറ്റളവ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 2 × L + Vയും L × Bയും ചെയ്ത് നോക്കണം. അപ്പോൾ നോക്കിയേ, നീളം 4 വീതി 3. എങ്ങനെ ചെയ്താലും നമുക്കെപ്പോഴും പരപ്പളവ് 12 കിട്ടും, ശരിയല്ലേ? നോക്കിയേ, 4 3 12, 6 2 12, 12 1 12, 9 8 4, അതേതായാലും കിട്ടത്തില്ല. സോ ഇവന്മാരിൽ ആരെങ്കിലും ആയിരിക്കും ഉത്തരം വരും. നമുക്ക് ഓരോന്നും ട്രയൽ ആൻഡ് മെത്തേഡ് നോക്കാം. നോക്കിയേ, 12 ചതുരശ്ര സെൻറ്റിമീറ്റർ, അതായത് ഏരിയ എന്ന് പറയുന്നത് 12 ആണ്, പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിട്ടണം? 14 കിട്ടണം. സോ ഇവന്മാരിൽ ആരെ കൂട്ടിയാൽ പെരിമീറ്റർ 14 കിട്ടും നോക്കിയാൽ മതി. എന്താണ് മാർഗം? 4 + 4 8, 3 + 3 6, 8 4 8 6 എത്രയാണ്? 14ആണ്. അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇനി ഇവന്മാർ ചെയ്ത് നോക്കിയേ, നമുക്ക് ചുറ്റളവ് എത്ര കിട്ടും? 6 6 12, 2 14, 2 16 ആയിപ്പോൾ ഇതിൻ്റെ ചുറ്റളവ്. സോ ഇതൊരിക്കലും വരത്തില്ല. ഇത് 12 12 24, 1 25 26 ആയിപ്പോൾ ചുറ്റളവ്, ഇതും വരത്തില്ല. ഇത് 9 9 18, അപ്പം തന്നെ കൂടിപ്പോയി, അതും ആവത്തില്ല ചുറ്റളവ്. സോ ഏത് മാത്രമേ കറക്റ്റ് ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ കറക്റ്റ് ഉള്ളൂ. കണ്ടോ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ചതുരത്തിൻ്റെ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ നീളവും വീതിയും ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. സോ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ്. സോ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 12. പെരിമീറ്റർ എന്ന് പറയുന്നത് 14ആണ്. ഏരിയയുടെ ഫോർമുല എന്താണ്? L × B. L × B ആണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, L × B ആണ് ഏരിയ എന്ന് പറയുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × L + V. ഏതിട്ടാലേ കിട്ടത്തുള്ളൂ? നമ്മുടെ ഓപ്ഷൻ എ മാത്രം ഇട്ടാലേ നമുക്കത് കിട്ടത്തുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിബൊനാച്ചി ശ്രേണി. ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഫിബൊനാച്ചി ശ്രേണി എന്ന് പറഞ്ഞാൽ? 1 1 തുടങ്ങി അടുത്തടുത്ത 2 സംഖ്യകൾ കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്ക് പറയുന്ന പേരാണ് ഫിബൊനാച്ചി ശ്രേണി എന്ന് പറയുന്നത്. എന്താണ്? 1 1 തുടങ്ങണം, ഇനി അടുത്തടുത്ത സംഖ്യകൾ കൂട്ടണം. 1 1 കൂട്ടിയാൽ 2, 2 1 കൂട്ടിയാൽ 3, 3 2 കൂട്ടിയാൽ 5, 5 3 കൂട്ടിയാൽ 8, 8 5 കൂട്ടിയാൽ 13 എന്നിങ്ങനെ പോകുന്ന ശ്രേണിയാണ് ഫിബൊനാച്ചി ശ്രേണി അല്ലെങ്കിൽ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. സോ ഇതിലേതാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ സുവർണാനുപാത ബന്ധം. പറഞ്ഞില്ലായിരുന്നോ? എന്താണ് സുവർണാനുപാത ബന്ധം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഇവ തമ്മിൽ എപ്പോഴും ഒരു റേഷ്യോ, ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. ഈ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണുന്ന പടങ്ങളും പൂക്കളും. ഇപ്പം എതളുകൾ നോക്കുകയാണെങ്കിൽ റോസാപ്പൂവിൻ്റെയും താമരയുടെ ഒക്കെ എതൾ നോക്കുകയാണെങ്കിൽ അകത്തൊന്ന്, അതിൻ്റെ പുറമെ വേറെണ്ണം, അതിൻ്റെ പുറത്ത് 2, അതിൻ്റെ പുറത്ത് 3, അതിൻ്റെ പുറത്ത് 5, അതിൻ്റെ പുറത്ത് 8, ഇങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് കാണാൻ അത്രയും ഭംഗിയുള്ളത് കേട്ടോ. അതാണ് ഇവിടുത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഫിബൊനാച്ചി ശ്രേണി എന്ന് പറഞ്ഞാൽ? 1 1 തുടങ്ങി അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിപ്പോകുന്നതാണ് എന്ത്? നമ്മുടെ ഫിബൊനാച്ചി ശ്രേണി എന്ന് പറയുന്നത്. പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇത് നോക്കണം കേട്ടോ, നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ഗണിത പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? ഓക്കെ, കേരളത്തിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്തുന്നത് ഗ്രാഫിൽ ചിത്രീകരിക്കണം. ആഗമനമാണോ, നിഗമനമാണോ, പ്രൊജക്റ്റാണോ, പരീക്ഷണമാണോ? ഏതായിരിക്കും ഏറ്റവും നല്ല മെത്തേഡ്? മഴയുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷിച്ച് ചാർട്ടാക്കണം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് പോലെ ചെയ്യണം.
അല്ലെങ്കിൽ ഗ്രാഫ് പേപ്പറിൽ നമ്മൾ ചെയ്യണം. ഏതാ ഏറ്റവും നല്ലത്? പ്രൊജക്റ്റ് രീതി അല്ലേ. നമ്മൾ പോയി പ്രൊജക്റ്റ് നടത്തുക, കഴിഞ്ഞ 10 വർഷം എടുത്ത ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് നമ്മളതിൻ്റെ റിപ്പോർട്ട് എഴുതുന്നതാണ് പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആഗമന രീതി എന്തായിരുന്നു? എക്സാമ്പിളിൽ നിന്നും പ്രൂഫ്. ഇതോ പ്രൂഫിൽ നിന്നും എക്സാമ്പിൾ. ഇത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കുക. ഇവിടെ ചെയ്തു നോക്കാൻ പറ്റത്തില്ല, കാരണം കഴിഞ്ഞ 10 വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്താൻ നമ്മൾ ഡേറ്റ മൊത്തം കളക്ട് ചെയ്യണം. അപ്പോൾ അവിടെ പ്രൊജക്റ്റ് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഇയർ 1, ഇയർ 2, ഇയർ 3 എന്ന് പറഞ്ഞ് വർഷം കണ്ടെത്തി വരുമ്പോൾ അവിടെ എന്തായി പോവും? പ്രൊജക്റ്റ് ആയി പോകും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 145.71 പറഞ്ഞ് കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയേ, എത്ര കൊണ്ടാണ് ഗുണിച്ചത്? 9 കൊണ്ട് ഗുണിച്ചു. 9 കൊണ്ട് ഗുണിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 145.71. അപ്പോൾ ഇതിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ ചോദ്യത്തിൽ എവിടെയാണോ 2 ഡെസിമൽ പ്ലേസ് ഉള്ളത് അവനായിരിക്കും ഉത്തരം. ചോദ്യത്തിൽ ആരാണ് 2 ഡെസിമൽ പ്ലേസ് ഉള്ളവൻ? ആരാ ഉള്ളവൻ? ഓപ്ഷൻ സി. ശരിയല്ലേ? കാരണം ഈ ഒരു നമ്പറിനെ 145.71 9 ഗുണിച്ചാൽ കിട്ടേണ്ട ഉത്തരം എത്രയാണ്? 1619 ആയിരിക്കും കിട്ടേണ്ടത്. ശരിയല്ലേ? അതിൻ്റെ 2 ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടല്ലോ. സോ 2 ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ ഉത്തരം എത്രയാണ്? 16.19. ഡയറക്റ്റ് ചോദ്യം കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ചില്ലായിരുന്നോ 2 ഡെസിമൽ പ്ലേസിൻ്റെ കേസ്? അത് ചെയ്താലുള്ള ഉത്തരം ഇവിടെ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കി, ഇങ്ങനെ ചെയ്ത് നോക്ക്. 145.71 ഗുണം 9 ചെയ്തിട്ട് 2 ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുക്കണം. 9 എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കണം. ചടങ്ങാണ്. ഇനി ചെയ്ത് നോക്കിയോ, കുഴപ്പമൊന്നുമില്ല. ഉത്തരം ഇതന്നെ കിട്ടും കേട്ടോ. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ഉത്തരം 2 ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ 16.19 തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇത്ര ചോദ്യങ്ങളും നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ഉത്തരം കിടപ്പുണ്ട്. 2 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് ഉത്തരത്തിൽ എത്ര ഡെസിമൽ പ്ലേസ് മാറണം? 2 മാറണം. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അച്ഛൻ്റെ വയസ്സ് 50, മകൻ്റെ വയസ്സ് 18 എങ്കിൽ എത്ര വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിന് ഇരട്ടിയാവും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് മെത്തേഡ് നമുക്ക് നോക്കാം? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കാം. ശരി, കാരണം ഒരെണ്ണം ടെൻസിൻ്റെ ബേസിലല്ലേ. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 50 മകൻ്റെ വയസ്സ് 18 ആകുമ്പോൾ എത്ര വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 2 പേരുടെയും പ്രായത്തിൻ്റെ കൂടെ നമ്മൾ 21, 18, 12, 14 കൂട്ടി നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നു. നോക്കിയേ, 50ൻ്റെ കൂടെ 21 കൂട്ടുമ്പോൾ 71, 18 കൂട്ടുമ്പോൾ എത്രയാണ്? 68, 12 കൂട്ടുമ്പോൾ 62, 14 കൂട്ടുമ്പോൾ 64. ഇനി മകൻ്റെ കണ്ടുപിടിച്ചാൽ മതി. 18ൻ്റെ കൂടെ 21 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 18ഉം 39 കിട്ടും. 18ൻ്റെ കൂടെ 18 കൂട്ടുമ്പോൾ 36 കിട്ടും. 12ൻ്റെ കൂടെ 18 കൂട്ടുമ്പോൾ 2 10 എത്ര കിട്ടും? 30 കിട്ടും. 14ൻ്റെ കൂടെ 18 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 32 കിട്ടും. സോ ഇതിലേതാണ് മകൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയായത്? ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അല്ല. 32ൻ്റെ ഇരട്ടിയല്ല 64. സോ ഇതാണ് കറക്റ്റ് ആൻസർ. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. കണ്ടോ? ഇതിലേത് മെത്തേഡാണ് നമ്മൾ നോക്കിയത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കേട്ടോ. ഇത്തിരി ചോദ്യം ചോദിച്ചാൽ ഈ മെത്തേഡ് കൂടി ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ല എക്സും വൈകിട്ട് സമയം കളയാൻ നിൽക്കേണ്ട. ഈ മെത്തേഡാണ് എളുപ്പം. 2 പേരുടെ വയസ്സിൻ്റെ കൂടെ തന്നിരിക്കുന്ന വയസ്സുകൾ കൂട്ടുക, ഇരട്ടി നോക്കുക, ഉത്തരം എടുക്കുക. കണ്ടോ? 32ൻ്റെ ഇരട്ടിയല്ലേ 64. സോ എത്ര വയസ്സ് കഴിയുമ്പോഴാണ്? 14 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് മകൻ്റെ വയസ്സിൻ്റെ പകുതിയാവും, അല്ലെങ്കിൽ മകൻ്റെ വയസ്സ് അച്ഛൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവും. ഓക്കെ, ട്രയൽ ആൻഡ് മെത്തേഡാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 24 കിലോ പഞ്ചസാര 7 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം പഞ്ചസാര ലഭിക്കും? നമ്മൾ മുമ്പ് കാണിച്ച PRBQ ഫോർമാറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറയുന്നത്? 24/7 ചെയ്യണം. നമുക്കറിയാം 24-നകത്ത് എത്ര തവണ 7 ഉണ്ട്? 3 7 21. ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും റിമൈൻഡർ 3. സോ P എത്രയാണ്? 3. ഇനിയും R എത്രയാണ്? 3/Q എത്രയാ? 7. സോ 3/7 ആയിരിക്കും ഉത്തരം വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. കണ്ടോ? അപ്പം ഇത് ഓർത്തിരിക്കുക. എന്താണ് മെത്തേഡ്? PRBQ. P എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളാണ് P എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ റിമൈൻഡർ, Q എന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ PRBQ ഫോർമാറ്റിൽ എഴുതിയാൽ നമുക്കിവനെ എന്തെഴുതാൻ പറ്റും? 3/7 കിലോഗ്രാം വെച്ചായിരിക്കും ഒരാൾക്ക് കിട്ടുക. ഡയറക്റ്റ് ചോദ്യമാണ്, പാടൊന്നുമില്ല. സോ ഇത്രയായിരുന്നു നമ്മുടെ കേറ്ററ്റിന് കഴിഞ്ഞ തവണ ചോദിച്ച മാത്സിൻ്റെ ചോദ്യം. പാടുണ്ടായിരുന്നോ? 20 മാർക്ക് മുകളിൽ എന്നാലും വായിക്കാൻ പറ്റും അല്ലേ? ബേസ് നോളജിലുള്ള ചോദ്യങ്ങളാണ്. സോ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് സൊല്യൂഷൻ ഇട്ടിട്ടുണ്ട്. സോ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതൽ നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് വലിയ പ്രയാസം കാണത്തില്ല. എങ്കിൽ പോലും ഗണിതമാണ്, അതിൻ്റെ ഉത്തരം കിട്ടിയേ മതിയാവും എന്നുള്ള വാശി മാറ്റണം കേട്ടോ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ആ വാക്ക്.
എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. സോ ആ കാര്യം പ്രത്യേകം ഓർക്കുക കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. ഈ ഉത്തരങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കുക. ശനിയാഴ്ചയാണ് പരീക്ഷ. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ചെയ്യാനായിട്ട് പറയുന്നത്. എത്രയും പെട്ടെന്ന് ചെയ്യുക. ഹാൾ ടിക്കറ്റ് എടുക്കുക. സെൻറ്ററും സമയമൊക്കെ നോക്കിയിട്ട് വേണം പരീക്ഷ ഹാളിലേക്ക് പോകും കേട്ടോ. വ്യാഴാഴ്ച വെള്ളിയാഴ്ച പരീക്ഷ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തരാം കേട്ടോ.